ഈ ഇരിക്കുന്ന 19 ആളുകളെ അണിനിരത്തിക്കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നത് നമുക്ക് ഈ സമൂഹത്തോട് ഉറക്കെ പറയാൻ സാധിക്കേണ്ടതുണ്ട്. തീർച്ചയായും ഈ ഭരണ നേട്ടങ്ങൾ മാത്രം മതി ഈ 19 ആളുകൾക്കും വിജയിക്കാൻ എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ പ്രാവശ്യം 16-ൽ 14 നമ്മൾ വിജയിച്ചതെങ്കിൽ ഈ പ്രാവശ്യം 19-ൽ 19 വിജയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് വരണം. നിലക്കൊക്കെ പ്രവർത്തിച്ച് കുറെ സാഹിത്യങ്ങളൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും ആളെ കിട്ടാതെ വന്നപ്പോൾ അതിനെ ഭൂമിയിൽ തൊടാതെ നിലനിർത്തിയ സമസ്തയാണ്. എവിടെയുള്ളത് ഭൂമിയിൽ അവര്? പിന്നെ അതിന്റെ പിന്നാലെ നമ്മൾ പോകേണ്ട ആവശ്യമുണ്ടോ? എവിടെയില്ല. ഈ ഇല്ലാത്ത പാർട്ടിയെ പിടിച്ചുകൊണ്ട് നമ്മൾ കൂട്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അവർ നുഴഞ്ഞു കയറും. രാഷ്ട്രീയത്തിന്റെ പേരിൽ നമ്മുടെ ഉള്ളിൽ കടന്നുകൊണ്ട് അവർ നുഴഞ്ഞു കയറും. നുഴഞ്ഞു കയറിയാൽ സമസ്ത തടുത്ത് നിർത്തിയ ആ തടവ് നമ്മൾ ഇല്ലാതെയാക്കിയാൽ അതിന്റെ ഫലം എന്തായിരിക്കും? അവർ വൻചതിൽ പോലെ അകത്തുകൂടെ വന്ന് നമ്മളെ ഒക്കെ തിന്നതിന്റെ ശേഷം ആരാണോ കൂട്ടുന്നത് വെച്ചാൽ അവരെയും സമസ്തയെയും സുന്നത്ത് ജമാഅത്തിനെയും ഇസ്ലാമിനെയും ആകെ തകർക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ജയത്തിനപ്പുറം നിലപാടുകൾക്ക് പുല്ലുവിലയാണ് രാഷ്ട്രീയ പാർട്ടികൾക്കെന്ന് പൊതുജനം എന്നും തിരിച്ചറിയുന്നത് പോളിംഗ് ബൂത്തിലേക്കുള്ള ആരവവും അരങ്ങേറ്റവും മുറുകുമ്പോൾ തന്നെ. വോട്ട് പെട്ടിയിൽ വീണു കഴിഞ്ഞാൽ പലരും 7 അയലത്ത് അടുപ്പിക്കാത്തവരാകും. പക്ഷേ വോട്ട് കിട്ടുന്നതുവരെ രഹസ്യ ബാന്ധവങ്ങളൊക്കെ കുറച്ച് പരസ്യമായാലും ആ കേട് സഹിക്കും നമ്മുടെ രാഷ്ട്രീയ മുന്നണികൾ. വെൽഫെയർ പാർട്ടിയുമായി ഒരു സഖ്യവുമില്ല എന്ന് ആവർത്തിച്ച് കൊട്ടിഘോഷിക്കുന്ന കോൺഗ്രസ് നേതൃത്വം പറഞ്ഞാൽ സ്വന്തം പാർട്ടി അണികൾക്കോ മുന്നണിയിലെ ഘടകകക്ഷികൾക്കോ മനസ്സിലാകാഞ്ഞിട്ടാണോ? കൊടിയത്തൂരിലെ UDF കൺവെൻഷനിലടക്കം നേതാക്കന്മാർക്കൊപ്പം വെൽഫെയർ നേതൃത്വവും വേദി പങ്കിടുമ്പോൾ രഹസ്യമാക്കി വെച്ച വെൽഫെയർ പാർട്ടി UDF ബന്ധം കൂടുതൽ തെളിഞ്ഞു വരികയാണ്. ഔദ്യോഗികമായി സംസ്ഥാനതല ഓപ്പൺ അലയൻസ് ഇല്ല എന്ന് UDF വാദിക്കുമ്പോഴും ലോക്കൽ ലെവലിൽ സീറ്റ് ഷെയറിംഗ്, വോട്ട് പിന്തുണ എന്നിവയിലൂടെ തന്ത്രപരമായ സഹകരണം തുടരുന്നു. മതരാഷ്ട്രവാദികളോട് രഹസ്യ സഖ്യമുണ്ടാക്കി UDFന് ഈ തെരഞ്ഞെടുപ്പിൽ മതേതര മുഖമെന്ന അവകാശവാദം ഉന്നയിക്കാനാകുമോ? ന്യൂനപക്ഷ വർഗീയ പാർട്ടികളെ കൂട്ടുപിടിച്ച് ഞങ്ങൾ ഈ നടത്തുന്ന തെരഞ്ഞെടുപ്പ് യുദ്ധം ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരാണെന്ന് UDFും കോൺഗ്രസും എങ്ങനെ പറയും? ഈ ബാന്ധവത്തിൽ ഇടതും BJPയും തൊടുക്കുന്ന ശരങ്ങളെ എന്ത് മതേതരത്വം പറഞ്ഞ് ന്യായീകരിക്കും? ഈ ഒറ്റ വിഷയമുയർത്തി കയ്യിലുള്ള ക്രൈസ്തവ വോട്ടുകളടക്കം ചോർന്നു പോയാൽ UDF എങ്ങനെ കടക്കും തദ്ദേശം എന്ന കടമ്പ, വരാനിരിക്കുന്ന നിയമസഭ എന്ന ഫൈനൽ? പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. സ്വാഗതം. പാനലിൽ ചേർന്നു രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കൽ, കോൺഗ്രസ് സഹയാത്രികൻ രജീബി, ഒപ്പം ഇടത് സഹയാത്രികൻ ഡോക്ടർ B ജയരാജ്. 3 പേർക്കും പാനലിലേക്ക് സ്വാഗതം. ആദ്യം കോൺഗ്രസ് സഹയാത്രികൻ ശ്രീ രജി, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ ഉയർന്ന വിഷയം വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ബന്ധം, അത് UDFന് തലവേദനയാതാണ്, വോട്ട് ചോർച്ചയ്ക്ക് പോലും അത് കാരണമായി എന്നുള്ളൊരു വിലയിരുത്തൽ അന്ന് മുന്നണിക്കകത്തുനിന്ന് വരികയും ചെയ്തതാണ്. പക്ഷേ ഇത്തവണ ഇങ്ങനെ ഒരു സഖ്യമേ ഇല്ല എന്ന് കോൺഗ്രസ് നേതൃത്വം എന്തിനാണ് എല്ലാ വേദികളിലും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? ഈ തിരശീലയ്ക്ക് പിറകിലും മുന്നിലുമൊക്കെ ഈ കാഴ്ചകൾ ആവർത്തിക്കുമ്പോൾ ഇങ്ങനെ വെൽഫെയർ പാർട്ടി നേതാക്കന്മാർ UDF കൺവെൻഷന്റെ ഭാഗമാകുന്ന ഒരു കാലത്ത് കോൺഗ്രസിന് മിനിമം ഇത് പറയാതെങ്കിലും ഇരുന്നൂടെ? നോക്കൂ, ഇന്ത്യ മഹാരാജ്യത്ത് മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരേ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി, 140 വർഷത്തിലധികം പഴക്കമുള്ള അത്രയും കാലത്തെ ഇന്ത്യയിലെ ജനങ്ങളുടെ ബഹുസ്വരതയെ അംഗീകരിക്കുന്ന അങ്ങേയറ്റം മതേതര മൂല്യങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന ഇന്റർനാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അതിന്റെ മതേതര മൂല്യങ്ങളിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഏതെങ്കിലും സ്ഥലങ്ങളിൽ വെള്ളം ചേർക്കും എന്ന് പറയുന്നത് തന്നെ പരിഹാസ്യമാണ്. ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ പ്രാദേശികമായി ചില നീക്കുപോക്കുകൾ ഉണ്ടാകാം. അതിനെ ഇനി മാത്രമല്ല, ഈ വെൽഫെയർ പാർട്ടി ഈ UDFന്, അതായത് കോൺഗ്രസിനല്ല UDFന് വോട്ട് നൽകും എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും സ്വീകരിക്കുക എന്നുള്ളത് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്വത്തിൽപ്പെടുന്നതാണ്. കഴിഞ്ഞ 30 വർഷക്കാലം ഈ വെൽഫെയർ പാർട്ടി, അതായത് ജമാഅത്തെ ഇസ്ലാമി, നമുക്ക് ആ തെറ്റിദ്ധാരണ നമുക്ക് മാറ്റി അങ്ങ് പോകാം താങ്കൾക്ക് തന്നെ. കാരണം ഈ പിന്തുണ നൽകുന്നു, ഞങ്ങൾ പിന്തുണ ആരുടെയും വേണമെന്നോ പറയുന്നില്ല എന്ന് പറയുന്നതൊക്കെ മനസ്സിലാക്കാം. ആ അടവ് നയം ഇത് അതല്ലല്ലോ, ഇത് കൺവെൻഷന്റെ ഭാഗമാണല്ലോ. 2-2 അല്ലേ?
അത് പ്രാദേശികമായിട്ടുള്ള ചില എന്തെങ്കിലും തരത്തിലുള്ള ചില നീക്കുപോക്കുകളുടെ ഭാഗമായിട്ടായിരിക്കും. ഇത് വരുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്, അല്ലാതെ ദേശീയ തലത്തിലുള്ള തെരഞ്ഞെടുപ്പൊന്നുമല്ല. കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിന് ആ ഒരു വാക്ക് പറഞ്ഞൂടെ, ക്ലോസ് ഇട്ടിട്ട് ചില പ്രാദേശിക നീക്കുപോക്കുണ്ടാകും, അല്ലെ വെൽഫെയർ പാർട്ടിയുമായിട്ട് ഞങ്ങൾക്ക് സഖ്യമേ ഇല്ല, ഞങ്ങൾ ഒരു മതേതര മുഖമാണെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ചില പ്രാദേശിക നീക്കുപോക്കൊക്കെ നടക്കും എന്നങ്ങ് പറഞ്ഞൂടെ, കുറച്ചുകൂടെ സേഫ് അതല്ലേ? ഹലോ ഹലോ ശ്രീ റജീബി കേൾക്കാമോ? ഇപ്പൊ ഇടയ്ക്ക് കട്ടായി. ഞാൻ ചോദിച്ചത് കോൺഗ്രസിന് ഇതങ്ങ് പറഞ്ഞൂടെ, പ്രാദേശിക ചില നീക്കുപോക്കൊക്കെ സ്വാഭാവികമാണ് എന്ന് പറയുന്നതിന് പകരം വലിയ മതേതരമൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇനി ആ സഖ്യമില്ല എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ആശയക്കുഴപ്പം തീരുമല്ലോ, അണികൾക്കും ആശയക്കുഴപ്പം തീരുമല്ലോ. ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സംഘടന അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ UDFന്റെ ആദർശങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് ഉപാധിരഹിതമായി വോട്ട് നൽകാം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിക്ക് അത് ഞങ്ങൾക്ക് തരേണ്ട എന്ന് പറയാൻ കഴിയുമോ? ഇവിടെ ഉപാധിരഹിതമായി UDFന്റെ പ്രാദേശിക തലത്തിൽ വോട്ട് നൽകാം എന്ന് വെൽഫെയർ പാർട്ടി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പ്രാദേശിക തലത്തിൽ സ്വീകരിക്കുന്നുണ്ടാവാം എന്ന് കരുതി കോൺഗ്രസിന്റെ ഉന്നതമായ മതേതര മൂല്യങ്ങളിൽ അണുകിട വ്യതിചലിച്ചുകൊണ്ടാണോ ഇത്? കഴിഞ്ഞ 30 വർഷം CPM-നോടൊപ്പം ഈ പാർട്ടി നിന്നപ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായില്ലല്ലോ. എന്ന് മുതലാണ് 96 മുതൽ 2004 2009 ലോക്സഭാ ഇലക്ഷനിൽ വെൽഫെയർ പാർട്ടി ആരോടൊപ്പമായിരുന്നു? ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു. 2006 2011 തെരഞ്ഞെടുപ്പിൽ ഇവർ ആരോടൊപ്പമായിരുന്നു? LDF-നൊപ്പമായിരുന്നില്ലേ? അന്ന് ഈ മതേതര മൂല്യങ്ങളിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് ഏതെങ്കിലും മാധ്യമങ്ങൾ അത് സംബന്ധിച്ച് വലിയ വിശദമായ ചർച്ചകൾ വല്ലതും നടത്തിയിരുന്നു? ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ മതേതര മൂല്യങ്ങളെ കുറിച്ച് ആർക്കെങ്കിലും ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു കുട്ടിക്കെങ്കിലും ആശങ്ക ഉണ്ടാകും എന്ന് കരുതാൻ നമുക്ക് കഴിയുമോ? അല്ല, അപ്പോ ശ്രീ രജി, സമസ്തയ്ക്ക് അത് മനസ്സിലാകുന്നില്ല അല്ലേ? നോക്കൂ, ഇത് UDFന്റെ ഇത് ഏതെങ്കിലും കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒന്നല്ല. ഇത് UDFൽ അറിയാമല്ലോ ഏതാണ്ട് 6-7 കക്ഷികളുണ്ട് ഇപ്പൊ തന്നെ. അപ്പോ അതിന്റെ ഭാഗമായിട്ട് വരുമ്പോ ചില പ്രാദേശിക തലത്തിൽ വോട്ട് തരാം, നിങ്ങൾ ഉപാധിരഹിതമായി വോട്ട് നൽകാം എന്ന് അത് കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന, ഇന്ത്യ മുന്നണിക്ക് ഒരു നേതൃത്വം നൽകുന്ന കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന ആദർശങ്ങളിൽ ആകർഷകരായിക്കൊണ്ടാണ് അത്തരക്കാർ കോൺഗ്രസ് ആ ഒരു സഖ്യത്തിൽ ഞങ്ങൾ വോട്ട് നൽകാം എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കെങ്കിലും നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ കഴിയുമോ? മാത്രമല്ല, വോട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ഒരു വിവേചനം നമുക്ക് കാണുവാൻ കഴിയുമോ? ഇപ്പൊ LDF-കാരുടെ ആയാലും BJP-കാരുടെ ആയാലും RSS-കാരുടെ ആയാലും ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ആയാലും ആരുടെ ആയാലും ഒരു തെരഞ്ഞെടുപ്പിനെ ജനാധിപത്യപരമായി ഒരു രാഷ്ട്രീയ കക്ഷി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ആ രാഷ്ട്രീയ പ്രക്രിയയിൽ പങ്കാളികളാകുന്ന ഇന്ത്യയിലെ പൊതുജനങ്ങൾ, പൗരന്മാരാണ് അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നത്. അവർക്ക് അവരുടെ വ്യക്തിപരമായിട്ടുള്ള പല കാഴ്ചപ്പാടുകൾ ഉണ്ടാകാം. പക്ഷെ ഈ രാഷ്ട്രീയ നിലപാടുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ ആ പ്രോസസ് എന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അവരുടെ വ്യക്തിപരമായ ചോയ്സും കൂടിയാണ്. ആ ചോയ്സിലേക്ക് അവർ വോട്ട് നൽകാൻ സന്നദ്ധരായി മുന്നോട്ട് വരുമ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ രംഗത്ത്, പൊതുരംഗത്ത്, തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുന്ന ആർക്കെങ്കിലും ഇത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുവാൻ കഴിയുമോ? അതാണ് എന്റെ ചോദ്യം. ശരി, ഞാൻ തിരികെത്താം. ഡോക്ടർ ബി ജയരാജ്, പിന്തുണ കൊടുക്കുമെന്ന് പറയുന്ന പാർട്ടിയോട് പിന്തുണ വേണ്ട എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ പറയുന്ന രാഷ്ട്രീയ നൈതികത അത് മറ്റ് മുന്നണികൾ കാണിക്കുന്നുണ്ടോ, മറ്റു രാഷ്ട്രീയ പാർട്ടി കാണിക്കുന്നുണ്ടോ എന്നൊക്കെ കോൺഗ്രസിന് ചോദിക്കാം. കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്തും വെൽഫെയർ വിഷയം ഇടതുപക്ഷം വലിയ ചർച്ചയാക്കിയതാണ്. അത് വർഗീയ കക്ഷികളുമായി കൂട്ടുചേരുന്നു എന്ന് പറഞ്ഞ് CPM വലിയ പ്രചാരണം നടത്തി. പക്ഷേ അതൊന്നും ഇടതുപക്ഷത്തിന് ഗുണമായില്ല. സ്വാഭാവികമായിട്ടും ഈ പ്രചരണം കൊണ്ട് UDFന് ദോഷവും ഉണ്ടായില്ല. ഇതായിരിക്കുമോ ആത്മവിശ്വാസം? അങ്ങനെയല്ല. ഇതിപ്പോൾ ഒരു പാർട്ടിയുടെ പിന്തുണ ഇലക്ഷൻ സമയത്ത് പിന്തുണ വേണം എന്നൊക്കെ പറയുമ്പോൾ ആരെങ്കിലും നിരുപാധികമായ, റജി പറഞ്ഞതുപോലെ നിരുപാധികമായ പിന്തുണയൊക്കെ നൽകുമ്പോഴേ എനിക്കിത് എക്കോ വീണ്ടും കേൾക്കുന്നു കേട്ടോ പറയുന്ന കാര്യം. അത് കറക്റ്റ് ചെയ്യാൻ തോന്നുന്നു. ഡോക്ടർ ബി ജയരാജ് പറയാൻ കഴിയുമെങ്കിൽ ഒന്നുകൂടെ നോക്കൂ. അപ്പോൾ ഓക്കെ, ഇതിനകത്തുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇത് എലക്ഷന് 30 സ്ഥലത്ത്, ഇപ്പോൾ മലപ്പുറത്ത് 30 സ്ഥലത്ത് പരസ്യമായ UDFന്റെ കാൻഡിഡേറ്റായിട്ട് വന്നത് വെൽഫെയർ പാർട്ടിയുടെ ആളുകളാണ്. അത് മലപ്പുറത്ത് മാത്രമല്ല, ഞാൻ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഓരോ സ്ഥലങ്ങളുടെ പേരുകൾ. 30 മാത്രമല്ല, കോഡൂർ റഷീദ് അലി ശിഹാബ് തങ്ങളാണ് പരസ്യം, അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒക്കെ പ്രചരിക്കുന്നുണ്ട്, പരസ്യമായ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത്. അതുപോലെ വെട്ടത്തും കൊണ്ടോട്ടിയിലും പല നഗരസഭകളിലും ലീഗ് നേതാക്കൾ രാജിവെച്ചു ഇതിൻ്റെ പേരിൽ.
പൊന്മുണ്ടത്ത്, കൂടിക്കലായിൽ, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ UDF പാനലിൽ വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഇതിനകത്ത് കാണേണ്ടത് ഒരു കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലും ബീഹാറിലും കോൺഗ്രസിൻ്റെ കൂടെ നിന്ന ന്യൂനപക്ഷം പൂർണ്ണമായിട്ടും കോൺഗ്രസിനെ ഒഴിവാക്കി. മൃദു ഹിന്ദുത്വ സമീപനം നടത്താമെന്ന് വെച്ചിട്ട് അതും നടക്കുന്നില്ല. അപ്പോൾ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും മാറി മാറി പ്രീണിപ്പിച്ച് ഇവർ അപകടകരമായൊരു കളിയാണ് കളിക്കുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ അവർ ഇതുപോലെയുള്ള ജമാഅത്തെ ഇസ്ലാമി പോലുള്ള മതരാഷ്ട്രവാദികളെ പിന്തുണ കൊടുക്കുക എന്ന് പറഞ്ഞാൽ, പിന്തുണ സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് RSSന് വളരാനായിട്ട് ഒരു വളക്കൂറുള്ള മണ്ണായിട്ട് കേരളത്തിൻ്റെ സെക്യുലർ ഫാബ്രിക്കിനെ വലിച്ചു കയറുന്ന ഒരു പണിയാണ്. ഇവർക്ക് ഡെസ്പറേറ്റ്ലി നീഡ് ഓഫ് പവർ. ആ പവർ ക്രേസി ആയിട്ടുള്ള കോൺഗ്രസ് എന്ത് വൃത്തികേടും കാണിക്കും എന്നുള്ളതിൻ്റെ അത് പാലക്കാട് കാണിച്ചിരുന്നു, അത് നിലമ്പൂര് കാണിച്ചിരുന്നു, അത് ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ എത്ര നിഷ്കളങ്കമായിട്ടാണ് ശ്രീ റജി ഇവിടെ പറഞ്ഞത്. ആരെങ്കിലും വോട്ട് തന്നാൽ വേണ്ട, അത്തരം കാര്യങ്ങളൊക്കെ ആർജവത്തോടെ പറയാൻ ഇടതുമുന്നണിക്ക് മാത്രമേ കഴിയൂ. ഞങ്ങൾക്ക് RSSന്റെ വോട്ട് വേണ്ട, ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട, ഞങ്ങൾക്ക് SDP-യുടെ വോട്ട് വേണ്ട എന്നൊക്കെ പറയണമെങ്കിൽ അതിനൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് വേണം. അത് ഇടതുപക്ഷത്തിന് മാത്രമേ കേരളത്തിൽ കഴിയൂ. കോൺഗ്രസ് അങ്ങനെ ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ അവരെ ഡിമാൻഡ് ചെയ്യുന്നില്ല. പക്ഷേ അങ്ങനെയല്ലല്ലോ. ഇത് UDFന്റെ യോഗങ്ങളിൽ അവരുടെ പ്രഖ്യാപിത കാൻഡിഡേറ്റായിട്ട് വരികയാണ്. പ്രഖ്യാപിത കാൻഡിഡേറ്റായിട്ട് വെൽഫെയർ പാർട്ടിയുടെ ആളുകൾ, അതിൻ്റെ പേരിൽ UDFന്റെ പല ഘടകകക്ഷിയിൽപ്പെട്ട പല ആളുകൾ രാജിവെച്ച് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന കഴിഞ്ഞ് വിജയത്തിന് ശേഷം ഏറ്റവും ആദ്യം വിജയം പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ പ്രചരണം നടത്തിയത്, ആഹ്ലാദ ആരവം നടത്തിയത് SDPI-കാരനാണെന്നുള്ള കാര്യം മറക്കരുത്. ഇങ്ങനെ ഈ മതേതര ഫാബ്രിക് നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നടന്ന് കേരളത്തിനെ വലിയ ഒരു രീതിയിലേക്ക്, ഒരു കെണിയിലേക്കാണ് കോൺഗ്രസ് കൊണ്ടുവന്നത്. അവർക്ക് ദേ മേ ബി ഡിസ്പറേറ്റ്ലി നീഡ് ഓഫ് പവർ. അതിനു വേണ്ടിയിട്ട് എത്ര വൃത്തികേടിൻ്റെ അങ്ങേയറ്റം വരെ പോകാം. അങ്ങനെ ഹുക്ക് ഓർ ക്രുക്ക് അധികാരത്തിലെത്തുക, അല്ലെങ്കിൽ അധികാരത്തിനുള്ള കുറുക്ക് വഴികൾ നോക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുക എന്നുള്ള ഒരു തന്ത്രമാണ് കോൺഗ്രസ് പയറ്റുന്നത്. അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നതിനെയും കോൺഗ്രസ് അങ്ങ് നെഗ്ലിജിബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ സ്ഥാനം ഈ ഗെയിം കളിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലായിരിക്കും എന്ന് പറയുന്നതിനകത്ത് എനിക്ക് യാതൊരു മടിയില്ല. അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. വളരെ പ്രഖ്യാപിതമായ രീതിയിൽ ഇപ്പോൾ തന്നെ ഈ പറഞ്ഞത് നമുക്ക് ക്ഷേമ പെൻഷൻ നടപ്പിലാക്കുക, അതിനെതിരെ കേസ് കൊടുക്കാനായിട്ട് പോകുന്നു. ആ സമയം ബീഹാറിൽ നമ്മൾ കണ്ടതാണ്. 10,000 രൂപ വെച്ചിട്ട് എല്ലാ 1.25 കോടി വോട്ടർമാർക്ക് നൽകിയതും ജനുവരിയിൽ 20,000 രൂപ വെച്ചിട്ട് ഓരോരുത്തർക്കും നൽകുമെന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രീബീസ് കൊടുത്തിട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഇവിടെ കൊടുക്കാനുള്ള 2 മാസത്തെ കുടിശ്ശികയും പിന്നെ ഈ 5 വർഷത്തിന് മുമ്പ് കൊടുത്ത ഈ 2,500 ആക്കും എന്നുള്ളൊരു വാഗ്ദാനവും ഇത് ചെയ്യുമ്പോൾ അത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടാണെന്നൊക്കെയുള്ള രീതിയിൽ പ്രചരണം നടത്തുന്ന കോൺഗ്രസ്, അതിനെതിരെ കോടതിയിൽ പോകാൻ ശ്രമിക്കുന്ന കോൺഗ്രസ്, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാരുടെ ഈ കള്ളത്തരം ജനങ്ങൾ തിരിച്ചറിയുകയും അവരുടെ ഈ മൃദുഹിന്ദുത്വ സമീപനവും അതിനോടൊപ്പം തന്നെ ന്യൂനപക്ഷത്തിൻ്റെ വക്താക്കളാണ് തങ്ങളെന്ന് പറയുകയും ഒരു ചെറുവിരൽ പോലും ന്യൂനപക്ഷ ആക്രമണങ്ങൾ നടക്കുമ്പോൾ, ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണം നടത്തുമ്പം ഒരു ചെറുവിരൽ പോലും അനക്കാത്ത കോൺഗ്രസ് അത് ന്യൂനപക്ഷങ്ങൾ തന്നെ തിരിച്ചറിയുകയും അവരെ പുറന്തള്ളുകയും ചെയ്യുന്നുള്ളതാണ് ഈ ഇലക്ഷന് നമുക്ക് കാണാൻ പോകുന്നൊരു കാര്യം. അതിനു മുമ്പ് ഈ 30 വർഷമായിട്ടൊക്കെ എന്തെല്ലാം കള്ളത്തരങ്ങളാണ് പറയുന്നത്. 30 വർഷമായിട്ട് വെൽഫെയർ പാർട്ടി കേരളത്തിലുണ്ടോ? അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി ഏരോടി തുടങ്ങിയിട്ട് എത്ര നാളായി? അവർ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ വന്നിട്ട് എത്ര നാളായി? ഇതെടുത്ത് നമുക്ക് പരിശോധിക്കേണ്ടുന്ന കാര്യമില്ല, നമുക്കറിയാവുന്നതല്ലേ. എന്നാണ് ഈ ജമാഅത്തെ ഇസ്ലാമി ഈ രീതിയിലൊരു ഫണ്ടമെൻ്റലിസ്റ്റ് ഔട്ട്ഫിറ്റായിട്ട് കേരളത്തിലേക്ക് കടന്നു തുടങ്ങിയത്? എന്തായിരുന്നു അവരെങ്ങനെയായിരുന്നു തുടങ്ങിയത്? പത്രം വഴി, വാരിക വഴി മതോദീസം ഇവിടെ നടപ്പിലാക്കുകയോ അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി ഏത് എക്സ്ട്രീം, അത് ഒരു നമ്മൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അതൊരു സംഘപരിവാർ എങ്ങനെയാണോ ഫാസിസ്റ്റ് സമീപനം എടുക്കുന്നത്, മതരാഷ്ട്രവാദം പറയുന്നത്, ഹിന്ദു രാഷ്ട്രവാദം പറയുന്നത്, അതിൻ്റെ ഒരു മുസ്ലിം മുഖമാണ്, അതിൻ്റെ ഒരു ന്യൂനപക്ഷ മുഖമാണ് ജമാഅത്തെ ഇസ്ലാമി. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക, ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും പരസ്പരം ശക്തിപ്പെടുത്തുന്നു എന്നുള്ളതിന് വേണ്ടിയിട്ട് വളമിട്ട് കൊടുക്കുകയാണ് കോൺഗ്രസ്. അവരെ പരസ്യമായി അംഗീകരിക്കുന്നതോട് ചെയ്യുന്നു. അല്ലാതെ നിസ്സാരമായിട്ട് വളരെ നിഷ്കളങ്കമായിട്ട് പറയുന്നത് പോലെ ആര് വോട്ട് തന്നാലും സ്വീകരിക്കുമെന്ന് പറയുന്ന ഒരു ന്യായമല്ല. ഇവിടെ പരസ്യമായ രീതിയിൽ അവരുടെ വേദികളിൽ, കോൺഗ്രസിൻ്റെ വേദികളിൽ, ഒരു 100 വേദികളിലെ കാര്യം ഞാൻ എടുത്തു പറഞ്ഞുതരാം. കൃത്യമായ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. ഓരോ സ്ഥലത്തെയും റെക്കോർഡിങ്സ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അത് വേണമെങ്കിൽ അങ്ങോട്ട് അയച്ചു തരാം. കൃത്യമായിട്ട് എവിടെയൊക്കെയാണ് ഇവർ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് എന്നുള്ളത്. അത്
ഈ പറഞ്ഞ കണക്കുള്ള പിന്തുണയല്ല, ഇത് അവർ മത്സരിക്കുകയാണ്, UDFന്റെ കാൻഡിഡേറ്റായിട്ട് മത്സരിക്കുകയാണ് കേരളത്തിൽ. അതാണ് കേരളം എന്ന് കാണുന്നത്. അത് അങ്ങുമുള്ള ഒരു ഇലക്ഷന് ശേഷമുള്ള ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ഒന്നും അല്ല. ഇത് ഇലക്ഷന് മുമ്പേ തന്നെ അവരുടെ കയ്യിൽ നിന്ന് അവർ നിരുപാധികമൊന്നും പിന്തുണ കൊടുക്കത്തില്ല. അവർ ഇതിനകത്തൂടെ മുസ്ലിം ലീഗിനെ നേരത്തെ ഇവർ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞു. മുസ്ലിം ലീഗിന് പോലും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കുകയാണ്. അതുകൊണ്ടാണ് ലീഗിന് പല സ്ഥലത്ത് ബെൻഡ് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നത്. ഇതാണ് കേരളം എന്ന് കാണുന്ന കാഴ്ച. അത് ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. മുമ്പ് ഇതുപോലുള്ള പല സമീപനങ്ങളും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ചെയ്തിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി അടക്കമുള്ള ആളുകൾ എങ്ങനെയാണ് ഖലിസ്ഥാൻവാദികളെ സപ്പോർട്ട് ചെയ്യുകയും പിന്നീട് അത് തന്നെ അവർക്ക് തന്നെ കുരിശായി മാറുകയും ചെയ്തിട്ടുള്ള അവസ്ഥയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എങ്ങനെയാണ് രാമജന്മഭൂമി തർക്കത്തിൽ, അവിടെ അയോധ്യ രാമജന്മഭൂമി തർക്കത്തിൽ ബാബറി മസ്ജിദ് പൊളിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നരസിംഹറാവുവിൻ്റെ സമീപനങ്ങൾ, രാജീവ് ഗാന്ധി അത് തുറന്നു കൊടുത്ത സമീപനങ്ങൾ, ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഹിന്ദുത്വ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി ഇഷ്ടികകൾ കൊടുത്തു വിടുന്നു, പ്രിയങ്ക ഗാന്ധി അവിടെ ചെല്ലുന്നുണ്ട്, ഹിന്ദു വോട്ടുകൾക്ക് വേണ്ടി ശ്രമിക്കുന്നു. ഇതിനെല്ലാം ഉത്തരം പറയണം. അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ഇവർ കൂടുന്നതിനെ കുറിച്ച് ഇവിടെ ഒന്ന് മത്സരിക്കുമ്പോഴും അവർ തുറന്നു പറയേണ്ടുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ആ മനസ്സിലാക്കുന്നത് കേരളത്തിൻ്റെ മതേതര ഫാബ്രിക് ആര് വിചാരിച്ചാലും നശിപ്പിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു സമീപനത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിനെ പിച്ച് ചീന്തുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. ഡോക്ടർ ബി ജയരാജ്, ഞാൻ താങ്കളിലേക്ക് തിരികെ വരാം. ശ്രീജിത്ത് പണിക്കർ, ശ്രീജിത്ത്, പരസ്യമായിട്ടുള്ള ധാരണയല്ല ഇത്, വെറും പിന്തുണയാണ്, അല്ലെങ്കിൽ ഇതൊരു ഒരു പിന്തുണ കൊടുക്കൽ മാത്രമാണ്, അത് തള്ളിപ്പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുന്നിടത്ത് അങ്ങനെയല്ല. 100 ഇടങ്ങളിൽ ഉണ്ട് സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന കണക്കുകളടക്കം ഉയർത്തി കാണിക്കാമെന്ന് ഇടതുപക്ഷം പറയുകയും ചെയ്യുമ്പോൾ ഹിന്ദു വോട്ടർമാരുടെ പിന്മാറ്റം, ക്രൈസ്തവ വോട്ടർമാരുടെ പിന്മാറ്റം, ഇത് ഇടതുപക്ഷം BJPയും ആയുധമാക്കി കഴിഞ്ഞാൽ അത് കോൺഗ്രസിനും UDFനും വിഷയമാകുന്നില്ല എന്നാണോ? അങ്ങനെ അത് അഫോർഡ് ചെയ്യാൻ സാധിക്കുമോ UDFനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ? അത് എന്തുകൊണ്ടായിരിക്കും ഈ രഹസ്യ ഡീല് തന്നെ പലപ്പോഴും പരസ്യമായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവുക? അപർണ, അത് UDFനെ താങ്ങാൻ കഴിയില്ല എന്ന് വ്യക്തമായതുകൊണ്ടാണ് പരസ്യമായിട്ട് അങ്ങനെ ഒരു ബന്ധമുണ്ട് എന്ന് സമ്മതിക്കാനായിട്ട് അവർ തയ്യാറാകാത്തത്. രഹസ്യമായിട്ടുള്ള ചില അഡ്ജസ്റ്റ്മെന്റുകൾ, ചില നീക്കുപോക്കുകൾ, പ്രാദേശികമായിട്ടുള്ള ചില പിന്തുണ തുടങ്ങിയ രീതികളിലേക്ക് ഇവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരടക്കം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ലഘൂകരിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ്, ഇതിനെ ട്രിവിയലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ എന്താണ്? ഇപ്പോൾ ഈ ചർച്ചയിൽ ഇതിനോടകം തന്നെ ശ്രീ റെജി പറഞ്ഞിരിക്കുന്ന അതേ വാദങ്ങളാണ് കോൺഗ്രസിന്റെ സീനിയർ ലീഡർഷിപ്പും പറയുന്നത്. അതായത് ആരെങ്കിലും ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് പറയുന്ന സമയത്ത് ഞങ്ങളതിനെ സ്വീകരിക്കുകയല്ലേ വേണ്ടത്, അതോ അത് വേണ്ട എന്ന് ഞങ്ങൾ പറയണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞത് അങ്ങനെ പറയണ്ടേ? കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര പാർട്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാർട്ടിക്ക് മതേതരമായി ചിന്തിക്കുന്ന ആൾക്കാരുടെ വോട്ട് മാത്രം മതി, ഞങ്ങൾക്ക് വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ഒരു നിലപാട്, അതുകൊണ്ടല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര പാർട്ടിയായി മാറിയത്. അതോ വർഗീയവാദികളുടെ വോട്ട് കൂടി ഞങ്ങൾ വേണ്ട എന്ന് പറയുകയില്ല, അവർ വോട്ട് ചെയ്താൽ അത് ഞങ്ങൾ സ്വീകരിക്കാം, പക്ഷെ ഞങ്ങൾ അപ്പോഴും ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര പാർട്ടിയാണ് എന്ന് പറഞ്ഞാൽ അത് ഇരട്ടത്താപ്പെന്നല്ലേ അതിന് പറയുന്നത്? അപ്പോൾ അങ്ങനെയുള്ള വർഗീയവാദികളുടെ കൂടി വോട്ട് പ്രാദേശിക അടിസ്ഥാനത്തിലാണെങ്കിലും വാങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര പാർട്ടിയാണ് എന്ന് പറയുന്നത് തന്നെ എന്തൊരു വൈരുദ്ധ്യമാണ് എന്ന് ശ്രീ റെജി ഒന്ന് ആലോചിച്ച് നോക്കുക. അത് ഒന്നാമത്തെ കാര്യം. 2, കോൺഗ്രസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര പാർട്ടിയാണ് എന്ന് പറയുമ്പോൾ മതേതരമായി ചിന്തിക്കുന്ന ആൾക്കാരെ തന്നെ ഒപ്പം കൂട്ടുക. ഇപ്പം മുസ്ലിം ലീഗിനെ പറ്റി തന്നെ വലിയൊരു ആക്ഷേപമുണ്ട് പണ്ട് കാലം മുതൽ തന്നെ. കാരണം പേരിൽ തന്നെ ഒരു മതത്തിൻ്റെ പേരുള്ള ഒരു പാർട്ടിയാണല്ലോ. അവരുടെ പ്രാതിനിധ്യത്തിലെല്ലാം തന്നെ പ്രഡോമിനൻ്റ്ലി അല്ലെങ്കിൽ മെജോറിറ്റി എന്ന് പറയുന്നത്, ബൾക്ക് മെജോറിറ്റി എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണല്ലോ. അപ്പോൾ അവിടെ എവിടെയാണ് സെക്യുലറിസം എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. പക്ഷേ ഈ മറ്റു പല മതസംഘടനകളുമായി താരതമ്യം ചെയ്ത് നോക്കുന്ന സമയത്ത് മുസ്ലിം ലീഗ് കൂടുതൽ സെക്യുലർ ആണ് എന്നുള്ളത് പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യവുമാണ്. പക്ഷേ വെൽഫെയർ പാർട്ടി എങ്ങനെയാണോ? വെൽഫെയർ പാർട്ടിയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്താണ്? മതരാഷ്ട്ര സ്ഥാപനം എന്നൊരു കാര്യം മുസ്ലിം ലീഗിനില്ല. പക്ഷേ മതരാഷ്ട്ര സ്ഥാപനം എന്നൊരു കാര്യം ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് ഏത് രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ടോ അവിടെ എല്ലാമുള്ള ഒരു അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പാർട്ടിയാണ് ഇന്ത്യയിൽ വെൽഫെയർ പാർട്ടി. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യക്ക് മാത്രമായിട്ട് പ്രത്യേക ഒരു അജണ്ടയുണ്ടോ? അവരുടെ പ്രധാനപ്പെട്ട അടിസ്ഥാന മൂല്യങ്ങൾ, മതരാഷ്ട്ര സ്ഥാപനം, മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നിയമങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് അവർക്ക് ഇന്ത്യക്ക് മാത്രമായിട്ട് മറ്റൊരു തരത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു സെക്യുലർ ഫോം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇല്ല എന്നുള്ളത് നമ്മുടെ പ്രാക്ടിക്കലായിട്ടുള്ള അനുഭവമാണ്, രാഷ്ട്രീയ പരിചയമാണ്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, പ്രാദേശികമായിട്ടാണല്ലോ ഞങ്ങൾ ഈ നീക്കുപോക്കിന് പോകുന്നത്.
എന്ന് പറയുന്നത് അത് പാർട്ടിയുടെ ഒരു ദേശീയ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട ദേശീയ നയമല്ലല്ലോ, പ്രാദേശികമായിട്ടാണല്ലോ എന്ന് പറയുന്നതിന്റെ യുക്തി എന്താണെന്ന് സത്യമായിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല ശ്രീധർജി. പ്രാദേശികമായിട്ട് നമുക്ക് കുറച്ച് വർഗീയതയൊക്കെ പറയാം, പക്ഷേ ദേശീയ തലത്തിൽ പോകുന്ന സമയത്ത് നമ്മൾ സെക്യുലറായിട്ട് നിൽക്കണം എന്നുള്ള ഒരു അഭിപ്രായത്തിന് എന്താണ് പ്രസക്തി എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഏറ്റവും താഴെ തട്ടിൽ ആൾക്കാരോട് നിങ്ങൾ ഓൺ എ ഡേ ടു ഡേ ബേസിസ് ഇടപെടുന്ന സംവിധാനമാണ് നമ്മുടെ ഈ ലോക്കൽ ബോഡി. അപ്പൊ അങ്ങനെയുള്ള ലോക്കൽ ബോഡിയിൽ പോലും നിങ്ങൾ വർഗീയത പറയുന്ന ആൾക്കാരോട് ചേർന്ന് അവരോട് തോളിൽ കൈയിട്ട് അവരുടെ കൈ പിടിച്ച് നിങ്ങൾ ഇങ്ങനെ അവരെ കൺവെൻഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾ ആ സ്റ്റേജിൽ കൊണ്ടുവന്നിരുത്തി അവരും നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ച് അങ്ങനെ പോവുകയാണ് എങ്കിൽ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ദേശീയ തലത്തിലുള്ളത്. അപ്പോൾ പ്രാദേശിക തലത്തിലാകാമെങ്കിൽ ദേശീയ തലത്തിൽ എന്തുകൊണ്ടായിക്കൂടാ എന്നൊരു ചോദ്യം ഉണ്ടാകുമ്പോൾ പ്രാദേശിക തലത്തിലേക്ക് വെൽഫെയർ പാർട്ടിക്ക് വേറൊരു പോളിസി ഉണ്ടോ? പ്രാദേശിക തലത്തിൽ നമുക്ക് മതരാഷ്ട്ര സ്ഥാപനം വേണ്ട, ദേശീയ തലത്തിൽ മതി, അതുകൊണ്ട് പ്രാദേശിക തലത്തിൽ ഞങ്ങൾ വെൽഫെയർ പാർട്ടിയോട് ചേരും, ദേശീയ തലത്തിൽ പറ്റില്ല, അങ്ങനെ ഒരു പോളിസി ഉണ്ടോ? അങ്ങനെ ഒരു പോളിസിയും ഇല്ല. നമ്മൾ എന്തും പറയുന്ന സമയത്ത് തോപ്പം കോൺഗ്രസ്സുകാരെല്ലായ്പ്പോഴും റെഫർ ചെയ്യുന്നത് ആരെയാണ്? ഞങ്ങളുടെ നയങ്ങളെല്ലാം തന്നെ ജവഹർലാൽ നെഹ്റു രൂപീകരിച്ചിരിക്കുന്നതാണ്, ജവഹർലാൽ നെഹ്റുവിന്റെ കാഴ്ചപ്പാടാണ്, ഞങ്ങളുടേത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സെക്യുലറിസമാണ്, നെഹ്റുവിയൻ സോഷ്യലിസമാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ്. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു കക്ഷിയുമായി വർഗീയത പറയുന്ന, കമ്മ്യൂണലിസം പറയുന്ന ഏതെങ്കിലും ഒരു കക്ഷിയുമായി ചേരുന്നതിനെ കുറിച്ച് ജവഹർലാൽ നെഹ്റു എത്ര തവണ പറഞ്ഞിട്ടുണ്ട്? സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഏറ്റവും വിഖ്യാതമായ പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതിനു ശേഷം ഇന്ത്യയിലുള്ള എല്ലാ മുഖ്യമന്ത്രിമാർക്കും അയച്ചിരിക്കുന്ന കത്ത് വഴി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 1929 ഞാൻ ഈ ചർച്ചയിൽ എന്തായാലും ഒരു കോൺഗ്രസ് പ്രതിനിധി ഉണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നെഹ്റുവിന്റെ ആ ഒരു കൊട്ടേഷൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. 1929 ജവഹർലാൽ നെഹ്റു പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, വി ഷാൽ ഹാവ് നോ ട്രക്ക് വിത്ത് കമ്മ്യൂണലിസം ഇൻ എനി ഷേപ്പ് ഓർ ഫോം. ഏത് ഷേപ്പിലാണെങ്കിലും ഏത് രൂപത്തിലാണെങ്കിലും കമ്മ്യൂണലിസം അഥവാ വർഗീയതയോട് നമ്മൾ ഒരു തരത്തിലും ഒരു കാലത്തും സന്ധി ചെയ്യില്ല എന്നുള്ളത് കോൺഗ്രസിന്റെ നിലപാടായിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. എനി അറ്റംപ്റ്റ് ടു കോംപ്രമൈസ് വിത്ത് ഇറ്റ് ഈസ് ഫേറ്റൽ ടു അവർ ഫ്യൂച്ചർ. നമ്മൾ ഏതെങ്കിലും തരത്തിൽ അതിനോട് സന്ധി ചെയ്യാൻ പോയാൽ, ഏതെങ്കിലും തരത്തിലെന്നാണ്, ഏതെങ്കിലും തരത്തിൽ അങ്ങനെ നമ്മൾ സന്ധി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ ഭാവിക്ക് വലിയ ദോഷം ചെയ്യും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ജവഹർലാൽ നെഹ്റു പറഞ്ഞു, പ്രാദേശിക അടിസ്ഥാനത്തിൽ വർഗീയത പറയുന്ന ആൾക്കാരോട്, മതരാഷ്ട്ര സ്ഥാപനം ആവശ്യപ്പെടുന്ന ആൾക്കാരോട് നമുക്ക് ചെന്ന് തോളിൽ കൈയിടാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. 2, അദ്ദേഹം ഈ 1958 പ്രധാനമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം ഇന്ത്യയിലുള്ള മുഖ്യമന്ത്രിമാർക്ക് അയച്ചിരിക്കുന്ന കത്തിൽ അദ്ദേഹം പറയുന്നത്, കമ്മ്യൂണലിസം ആൻഡ് നാഷണലിസം ആർ ഹോളി ഒപ്പോസ് ടു ഈച്ച് അതർ ഈവൻ ദോ സം ഫോം ഓഫ് കമ്മ്യൂണലിസം അഡോപ്റ്റ് ദ ഗാർബ് ഓഫ് നാഷണലിസം. അപ്പോൾ നിങ്ങൾ ദേശീയതയൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും നിങ്ങൾ ആത്യന്തികമായിട്ട് ഒരു വർഗീയവാദിയാണ്, അതാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെങ്കിൽ അത് ദേശീയതയ്ക്ക് വിരുദ്ധമാണെന്നാണ്. അപ്പോൾ പ്രാദേശിക തലത്തിൽ പറഞ്ഞാലും അത് സംസ്ഥാന തലത്തിൽ പറഞ്ഞാലും ദേശീയ അടിസ്ഥാനത്തിൽ പറഞ്ഞു കഴിഞ്ഞാലും വർഗീയത എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെ നിങ്ങൾ ഒപ്പം കൂട്ടുന്ന സമയത്താണ് നിങ്ങളുടെ ആ മുന്നണിക്കൊക്കെ തന്നെ ഒരു നല്ല സ്വഭാവം, അത് ആൾക്കാർക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ അതുണ്ടാവുക. പക്ഷെ ഇപ്പൊ ചെയ്യുന്ന അതാണോ? ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇന്ത്യ സഖ്യം അത് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ പറയുന്നത് എന്താണ്? ഇത് മതേതര കക്ഷികളുടെ ഗ്രൂപ്പാണെന്നാണ്, അല്ലേ? അപ്പൊ അതിൽ നിങ്ങൾ RJDയെ കൂട്ടുന്നു, നിങ്ങൾ DMK കൂട്ടുന്നു, നിങ്ങൾ തൃണമൂൽ കോൺഗ്രസ് വേണമെങ്കിൽ വരട്ടെ, ആം ആദ്മി പാർട്ടി വരുന്നെങ്കിൽ വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ കൊണ്ടുവരുന്ന ഈ സഖ്യത്തിന് നിങ്ങൾ പറയുന്ന പേരെന്താ? മലയാളത്തിൽ നിങ്ങൾ പറയുന്ന സമയത്ത് INDIA സഖ്യം എന്നല്ലല്ലോ പറയുന്നത്, നിങ്ങൾ പറയുന്നത് മതേതര മുന്നണി എന്നാണ്. അപ്പൊ നിങ്ങളുടെ ഏറ്റവും വലിയ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് മതേതരമാണ്. കാരണം നിങ്ങൾ പറയുന്നത് അനുസരിച്ച് BJP വർഗീയമാണ്. ഇപ്പൊ BJP വിരുദ്ധരായിട്ടുള്ള എല്ലാവരും നിൽക്കുന്നത് മതേതര ചേരിയിലാണ്. ആ മതേതര ചേരിയിൽ നിൽക്കുകയും പ്രാദേശിക അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പുറത്തു പറയാൻ പറ്റില്ല, അതായത് ഈ രഹസ്യ ബാന്ധവം പോലെയാണ്. അങ്ങനെ നിങ്ങളുടെ ചാർച്ചക്കാരായിട്ടുള്ള ചില ആൾക്കാരോട് രഹസ്യ ബാന്ധവം കൂടാം, അതായത് ഞങ്ങൾ രാത്രിയിലുള്ള ബന്ധമാണ്, പക്ഷെ പകല് പരസ്യമായിട്ട് ഞങ്ങളത് പറയില്ല, പക്ഷെ പ്രാദേശിക തലത്തിൽ അതാകാം എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും തരത്തിൽ നെറിയുള്ള രാഷ്ട്രീയം. അല്ല ശ്രീത, ഇതിനകത്ത് ലീഗ് എടുക്കുന്ന നിലപാട്, കോൺഗ്രസിന് ലീഗിന് അപ്പുറത്തേക്ക് ഇനി എന്ത് പറയാൻ പറ്റുമെന്ന് നേരത്തെ ഡോക്ടർ B. ജയരാജ് ചോദിച്ച പോലെ ലീഗിനെ തന്നെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് ഡോക്ടർ B. ജയരാജ് പറഞ്ഞത്. ലീഗ് ഇതിനകത്ത് നീക്കുപോക്കാകാം, പരസ്യമായി നീക്കുപോക്കാകാം, പ്രാദേശിക തലത്തിൽ നീക്കുപോക്കാകാം, മലപ്പുറത്ത് അതല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് PMS എല്ലാം പലതവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ലീഗിന്റെ പരസ്യമായിട്ടുള്ള നിലപാടാണ്. കോൺഗ്രസിന് എന്തിനാണ് പിന്നെ കോൺഗ്രസ് ഈ രഹസ്യ പരസ്യവുമായിട്ടുള്ള രണ്ടും കൂടെ ചേർന്നൊരു നിലപാടെടുക്കുന്നത്? അതുകൂടിയാണോ ചോദ്യം? അല്ല, തീർച്ചയായിട്ടും. കാരണം ഒരു കക്ഷിയെ നമ്മൾ സഖ്യത്തിലേക്ക് എടുക്കണോ വേണ്ടയോ, സഖ്യത്തിൽ ഉണ്ടോ ഇല്ലയോ, അവരെ എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ വെൽഫെയർ പാർട്ടിക്ക് കോൺഗ്രസ് ഉൾപ്പെടുന്ന മുന്നണിയിലേക്ക് വരുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതിനെക്കുറിച്ച് പറയേണ്ടത് വെൽഫെയർ പാർട്ടിയാണ്. പക്ഷേ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ നമുക്ക് ദേശീയ തെരഞ്ഞെടുപ്പിലാണെങ്കിലും സംസ്ഥാന തെരഞ്ഞെടുപ്പിലാണെങ്കിലും ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലാണെങ്കിലും എടുക്കാം, സ്വീകരിക്കാം.
പക്ഷേ അവർ നിങ്ങളോടൊപ്പമാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവർ ഞങ്ങളുടെ മുന്നണിയിലല്ല എന്ന് പറയുമ്പോൾ എന്തോ ഒരു തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള അൺടച്ചബിലിറ്റി അവർക്കുണ്ട് എന്നാണല്ലോ അവർ പറയുന്നത്. അതെന്തുകൊണ്ടാവും? ഒരൊറ്റ കാരണമേ ഉള്ളൂ. കാരണം മതരാഷ്ട്ര സ്ഥാപനം എന്ന് പറയുന്നതാണ് അവരുടെ അടിസ്ഥാന പ്രമാണം. അങ്ങനെയുള്ള കാര്യം കോൺഗ്രസിന്റെ മതേതരത്വം എന്ന് പറയുന്ന മൂല്യവുമായിട്ട് ചേർന്ന് പോകുന്നില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മുസ്ലിം ലീഗിനോട് പറയണം, മറ്റുള്ള ആൾക്കാരോട് പറയണം, ഇങ്ങനെയുള്ള ആൾക്കാരെ എന്തായാലും നമുക്ക് വേണ്ട. ഇനി അവർ സ്വതന്ത്രമായിട്ട് അവരുടെ കാൻഡിഡേറ്റ്സിനെ നിർത്തുന്നുണ്ടെങ്കിൽ അവർ നിർത്തട്ടെ, നമുക്ക് അവരോട് മത്സരിക്കാം, പരാജയപ്പെടുന്നെങ്കിൽ പരാജയപ്പെടാം, ജയിക്കുന്നെങ്കിൽ ജയിക്കാം, ഈ നാട്ടിലുള്ള ആൾക്കാർ തീരുമാനിക്കട്ടെ എന്ന് പറയണം. അപ്പോൾ പല സ്ഥലങ്ങളിലും വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, അവിടെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ഉണ്ടാകുന്നു, പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയക്കുഴപ്പമാകുന്നു, വെൽഫെയർ പാർട്ടി ഉടനെ കോൺഗ്രസിന് കംപ്ലൈന്റ് കൊടുക്കുന്നു, അവസാനം എല്ലാവരും കൂടി ചേർന്നതിന് ശേഷം ഇന്ന സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ആൾക്കാരെ പിൻവലിക്കാം, മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം ഒത്തുപോകുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നാൽ അതിനർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞ ആ വാക്കാണ് രഹസ്യബാന്ധവം. നിങ്ങൾക്ക് പരസ്യമായി പറയാൻ കഴിയാത്ത, നിങ്ങൾക്ക് പകൽ വെളിച്ചത്തിൽ ഓണപ്പ് ചെയ്യാൻ കഴിയാത്ത എല്ലാ കാര്യങ്ങളും രഹസ്യബാന്ധവമാണ്. അങ്ങനെയുള്ള രഹസ്യബാന്ധവത്തിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അതിനർത്ഥം അത് പരസ്യമായിട്ട് അംഗീകരിച്ചാൽ അതുകൊണ്ട് പ്രശ്നമുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ ധാരണയുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് ശ്രമിക്കുന്നത്? നിങ്ങളൊരു നിലപാടെടുത്താൽ ഇതൊരു പൊളിറ്റിക്കൽ നിലപാടല്ലേ, അല്ലാതെ ഇതിപ്പോ വേറെ ഏതെങ്കിലും രീതിയിൽ ഇപ്പൊ മതരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടിയിട്ട് കോൺഗ്രസ് കുടപിടിക്കുന്നു എന്നൊന്നും അല്ലല്ലോ അതിനർത്ഥം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പരസ്യമായിട്ട് പറയണം, ഇന്നതാണ് ഞങ്ങളുടെ സംഭവം. ഞങ്ങൾ ഇപ്പൊ VD സതീശനെ പോലെ അല്ലെങ്കിൽ സണ്ണി ജോസഫിനെ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ വരുന്ന സമയത്ത്, മാധ്യമങ്ങൾ ചോദിക്കുന്ന സമയത്ത് അതിന് മറുപടി പറയണം. ശരി, ഞങ്ങൾക്ക് വെൽഫെയർ പാർട്ടിയുമായിട്ട് ബന്ധമുണ്ട്, അവരിപ്പോൾ മതരാഷ്ട്ര സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അഭിപ്രായമുള്ള പാർട്ടിയല്ല, അവർ ഏറ്റവും വലിയ സെക്യുലർ പാർട്ടിയാണ് എന്ന് പറയണം. അത് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല, കാരണം നിങ്ങൾ പറഞ്ഞാലും ചിലപ്പോൾ അവർ സമ്മതിക്കണമെന്നില്ല. അപ്പൊ അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പൊ അതിന് ഇപ്പോ ലീഗ് വർഗീയവാദിയാകണോ, കോൺഗ്രസ് വർഗീയവാദിയാകണോ? ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് ലോങ് റണ്ണിൽ ഗുണമല്ല, ദോഷമാണ് ഉണ്ടാകുന്നത് എന്ന് തീർച്ചയായിട്ടും. ഞാൻ തിരികെ എത്താം. ശ്രീ റജീബി, അതായത് എന്തുകൊണ്ടാണ് മുന്നണിയിൽ എടുക്കാത്തത്? എന്തുകൊണ്ടാണ് അതിലൊരു അൺടച്ചബിലിറ്റി ഉണ്ട്, അത് മതരാഷ്ട്രവാദമാണ്. വെൽഫെയർ പാർട്ടിയുടെ മതരാഷ്ട്രവാദം നിർത്തിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഈ പ്രാദേശിക പിന്തുണ വാങ്ങുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന കോൺഗ്രസ് അത് പറയണം, UDF അത് പറയണം. അത് നിങ്ങൾക്ക് പറയാൻ വയ്യ, അവരെ മുന്നണിയിൽ എടുക്കാനും വയ്യ. കഴിഞ്ഞ തവണ മുക്കത്ത് കോഴിക്കോടൊക്കെ കുറച്ച് വോട്ട് കിട്ടി, പക്ഷേ ഇതേ കാരണം കൊണ്ട് കോട്ടയത്തും തിരുവനന്തപുരത്തൊക്കെ വോട്ട് പോയിട്ടുണ്ടെന്നും വിലയിരുത്തിയത് താങ്കളുടെ അതേ മുന്നണി തന്നെയാണ്. അപ്പോൾ ഇത്തവണ ഈ ലോങ് റൺ വിഷയമല്ല, തദ്ദേശം കഴിഞ്ഞാൽ ഒരു 6 മാസത്തിനുള്ളിൽ വരുന്ന നിയമസഭയും വിഷയമല്ല, ആ സമയത്തേക്ക് ഇത് പറഞ്ഞു ബോധ്യപ്പെടുത്താം എന്നുള്ളത് കൊണ്ടാണോ? അതോ ലീഗ് എടുക്കുന്ന തീരുമാനത്തിനപ്പുറത്തേക്ക് മിണ്ടാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണോ? നോക്കൂ, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കോൺഗ്രസ് ഒറ്റയ്ക്കല്ല, ഇത് UDF എന്ന ഒരു മുന്നണിയുടെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പൊ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ആ ഘട്ടത്തിൽ എന്താണ്, വോട്ടിന് വേണ്ടിയാണ് നമ്മൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ആ സമയത്ത് വോട്ട് ലഭിക്കുന്നു, അതിനെ അങ്ങനെ വോട്ട് സ്വീകരിക്കുമ്പോൾ പോലും കോൺഗ്രസിന്റെ ഉന്നതമായ മതേതര മൂല്യങ്ങളിൽ അണുകിട വ്യതിചലിക്കുന്നില്ല. ഒരു തരത്തിലുള്ള കമ്മ്യൂണൽ ഫോഴ്സസുമായിട്ടോ അല്ലെങ്കിൽ വർഗീയവാദികളുമായിട്ടോ സന്ധി ചേരില്ല എന്ന് കോൺഗ്രസിന്റെ സമുന്നത നേതാക്കൾ എത്രയോ ഘട്ടങ്ങളിൽ വെളിവാക്കിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം ബഹുമാനപ്പെട്ട ജയരാജ് അദ്ദേഹം പറഞ്ഞു ഇവിടെ എന്താണ് വെൽഫെയർ പാർട്ടി അടുത്ത കാലത്തല്ലേ വന്നത്, അതുമായിട്ട് LDFന് ഇതിനു മുമ്പ് ബന്ധമുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കണം. 1996 ഏപ്രിൽ മാസം 22-ാം തീയതി ദേശാഭിമാനി പത്രം മുഖപ്രസംഗം എഴുതിയത് എന്താണെന്ന് അറിയാമോ? അതായത് 30 വർഷമായി LDF ഈ വെൽഫെയർ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ LDFന് നല്ലതാണ്, അവിടെ കൊണ്ട് നിർത്തിയില്ല. 2006 ഏപ്രിൽ 24-ന് എന്താണ് പറഞ്ഞിരിക്കുന്നത് ദേശാഭിമാനി? ജമാഅത്തെ ഇസ്ലാമി എടുക്കുന്ന നിലപാടുകൾ മതേതര രാഷ്ട്രീയത്തിന് പിന്തുണ നൽകുന്നതാണ്. ഇനി ഇത് എപ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമി വർഗീയ പാർട്ടിയായി LDFന് തോന്നിയത്? അതായത് ഈ CPM ന്യൂനപക്ഷ വർഗീയതയെ വിട്ട് ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കാൻ തുടങ്ങിയ ഘട്ടം മുതലാണ് ജമാഅത്തെ ഇസ്ലാമി അവർക്ക് വർഗീയവാദിയായി അവർ ചിത്രീകരിക്കാൻ തുടങ്ങിയത്. ഇനി പാലോളി മുഹമ്മദ് കൂട്ടി പറഞ്ഞ വാക്കുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞത് എന്താ അറിയുമോ? ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ടെന്ന് പറയാനുള്ള വിഡിത്തം ഞങ്ങൾക്കില്ല. പാലോളി മുഹമ്മദ് നേരത്തെ അറിയാമല്ലോ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായി ഇരുന്ന LDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. ഇനി ജമാഅത്തെ ഇസ്ലാമി മതേതര ചേരിയിലാണ് പറയുന്ന ആരാണ്? മുഖ്യമന്ത്രി 2011 ഇരിങ്ങാലക്കുടയിലെ പ്രസംഗത്തിലാണ് അത് പറയുന്നത്. ഇനി ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ ഈ 2011 തെരഞ്ഞെടുപ്പിന്റെ സമയത്ത്
ആരിഫ് അലിയുമായി, അന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ ആരിഫ് അലിയുമായി ചർച്ച നടത്തിയത് അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് കണ്ട് സംസാരിക്കാൻ പോയത് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന ശ്രീ പിണറായി വിജയൻ ആയിരുന്നു. അപ്പൊ ഇതൊക്കെ നിഷേധിക്കാനാവാത്ത തെളിവുകളാണ്. അപ്പൊ കഴിഞ്ഞ 30 വർഷമായി രാഷ്ട്രീയ രംഗത്ത് CPM-ഉമായി സന്ധി ചേർന്നുകൊണ്ട് പ്രവർത്തിച്ച ജമാഅത്തെ ഇസ്ലാമി ആ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള മതേതര മൂല്യങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. മറിച്ച് 2019 ശേഷം അല്ലെങ്കിൽ 2021 ശേഷം ദേശീയ തലത്തിലുള്ള കോൺഗ്രസിന്റെ ആദർശങ്ങളിൽ മതേതര കക്ഷികളെ ഏകോപിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് പോകുമ്പോൾ ആ കോൺഗ്രസിന് വോട്ട് നൽകാം എന്ന് അവരുടെ രാഷ്ട്രീയമായ കാരണങ്ങളാൽ തീരുമാനിക്കുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ കഴിയുമോ? ഇത് പ്രാദേശികമായിട്ടെന്ന് ഞാൻ പറയാൻ ബഹുമാന്യനായ ശ്രീജിത്ത് പണിക്കർ അദ്ദേഹം പറഞ്ഞത് ഇത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നടക്കുമ്പോൾ പ്രാദേശികമായി ശ്രീ റജി, ഇതിന്റെ വിഷയം BJP ആണ് ഏറ്റവും വലിയ ശത്രുവെന്ന് കോൺഗ്രസ് ദേശീയ തലത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് വർഗീയതയാണ് കാരണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മതരാഷ്ട്രവാദികളെ വോട്ട് വാങ്ങിച്ചുകൊണ്ട് ആ വർഗീയതയ്ക്കെതിരെ എങ്ങനെ പറയും എന്നുള്ളൊരു ചോദ്യമില്ലേ? അങ്ങനെയാണെങ്കിൽ BJP-യോടും ഈ ഐത്തം ആവശ്യമില്ലല്ലോ എന്നുള്ളൊരു ചോദ്യം വരില്ലേ? ഇനി സ്വാഭാവികമായിട്ടും ഭൂരിപക്ഷ സമുദായങ്ങളുടെ വോട്ടുകൾ ഇതിനെ ബാധിക്കില്ലേ? അങ്ങനെ ഒരു ആശങ്ക കഴിഞ്ഞ തവണ കിട്ടിയ ഒരു അടികൊണ്ടും UDF പഠിക്കുന്നില്ലേ? നോക്കൂ, യു ഡി എഫിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് അതിന്റെ പ്രഖ്യാപിത നിലപാട് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതുപോലെ ഇത് 140 വർഷത്തിന് മുമ്പുള്ള പാർട്ടിയാണ്. അതിന്റെ നിലപാടുകൾക്ക് അതിന് രൂപം നൽകിയത് ബഹുമാന്യനായ ഇന്ത്യക്ക് രൂപം നൽകിയ, ഇന്ത്യയുടെ അടിസ്ഥാന ഘട്ടങ്ങൾക്ക് അടിസ്ഥാന പ്രമാണങ്ങൾക്ക് രൂപം നൽകിയ ബഹുമാനപ്പെട്ട ജവഹർലാൽ നെഹ്റു തുടങ്ങിയ അവരുടെ സോഷ്യലിസ്റ്റ് മതേതര കാഴ്ചപ്പാടുകളുടെ പിന്തുടർച്ചയാണ് കോൺഗ്രസ് തുടരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാഴ്ചപ്പാട് വരുമ്പോൾ ഈ കോൺഗ്രസിന് ഏതെങ്കിലും മതേതര മൂല്യങ്ങളിൽ വെള്ളം ചേർക്കുന്നു എന്ന് ഒരു കാരണവശാലും നമുക്ക് കരുതാനാവില്ല. ഇനി BJP-യുടെ രാഷ്ട്രീയമായിട്ട് നമ്മൾ നോക്കുമ്പോൾ BJP എന്താണ് ചെയ്യുന്നത്? അവര് ജമ്മു കാശ്മീരിൽ മുഫ്തി മുഹമ്മദുമായിട്ട് സഖ്യം ചേർന്നുകൊണ്ട് അവിടെ തെരഞ്ഞെടുപ്പ് അവിടെ ഭരിച്ചില്ലേ 2015 മുതൽ 18 വരെ. അതുപോലെ ഈ AIM എന്ന ഒവൈസിയുടെ പാർട്ടി എന്താ അവരുടെ BJP-യുടെ B ടീം എന്നല്ലേ പറയുന്നത്. അപ്പം ഈ ഇസ്ലാം മതവിശ്വാസികളുടെ വോട്ടിനെ ഭിന്നമാക്കിക്കൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഒരു B ടീമിനെ ഇറക്കിക്കൊണ്ട് അത് മുതലെടുപ്പ് നടത്തുവാൻ BJP ശ്രമിക്കുന്നില്ലേ? അപ്പൊ അവരുടെ വോട്ട് ലഭിക്കുവാൻ വേണ്ടി ഇവരെല്ലാം ശ്രമിക്കുന്നുണ്ട്. നമുക്ക് അവിടെ വരെ പോണ്ട. നമുക്ക് 2020 ഈ മുക്കൻ ടൈപ്പ് മാത്രം എടുത്താൽ മതി. മുക്കൻ ടൈപ്പ് കൊണ്ട് UDF-ന് വോട്ട് ചോർച്ചയുണ്ടായി, അതിൽ ക്ഷീണമുണ്ടായി എന്ന് മുന്നണിക്കകത്ത് വിലയിരുത്തൽ വന്നതല്ലേ? താങ്കൾക്കും അറിയുന്ന കാര്യമായിരിക്കില്ലേ? അതുകൊണ്ട് ഗുണമുണ്ടായോ? മുക്കൻ ടൈപ്പ് കൊണ്ട് UDF-ന് ഗുണമുണ്ടായോ ദോഷമുണ്ടായോ? നോക്കൂ, ഈ കോൺഗ്രസിന്റെ ഗുണദോഷ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ത്യയിലെ മതേതര മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന മറ്റേതെങ്കിലും ഒരു പാർട്ടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇപ്പം LDF കൊണ്ട് കൈ പൊള്ളി എന്നുള്ളൊരു ബോധ്യം മുന്നണിക്ക് ഉണ്ടായതല്ലേ? 2020 മുക്കം കൊണ്ട് കൈ പൊള്ളി, അത് വേണ്ടിയിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ പിന്നീട് ഇത് പരസ്യമായിട്ട് സമ്മതിക്കാൻ തന്നെ കോൺഗ്രസ് മടിച്ചത്. അപ്പോ മുക്കം മുന്നിൽ നിൽപ്പുണ്ട്, അത് ശരിയല്ലേ? ആ വിലയിരുത്തൽ ഉണ്ടായതല്ലേ? അപർണ, അത് മുക്കത്തിന്റെ വിഷയം പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു പോയിന്റ് പറഞ്ഞോട്ടെ. തമിഴ്നാട്ടിൽ നിന്ന് 2 MP-മാര് CPM-ന് ഉണ്ടായിട്ടുണ്ട്. അവര് വിജയിച്ചു കഴിഞ്ഞതിന് ശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിൽ ചെന്ന് നന്ദി പറഞ്ഞു. ഇങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട, അവർ വർഗീയ പാർട്ടികളാണ്, അവർ മത രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി നടക്കുന്നു എന്നാണ് കേരളത്തിലെ ഇടതുപക്ഷം വിശ്വസിക്കുന്നതെങ്കിൽ അവരുടെ അടുത്ത് രാജിവെക്കാൻ പറയാനുള്ള തന്റെ ഇടം ഇവിടുത്തെ ഇടതുപക്ഷ നേതാക്കന്മാർക്കുണ്ടോ? അത് അവിടെ ഇരിക്കട്ടെ. പക്ഷെ ഇവിടെ കോൺഗ്രസിന് ആരെങ്കിലും ഏതെങ്കിലും മതവർഗീയ ശക്തികളുടെ വോട്ട് അല്ലെങ്കിൽ വർഗീയതയിലെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസിനോട് ചേരുമ്പോൾ അവരുടെ വർഗീയതയ്ക്ക് ആ രീതിയിലുള്ള അക്സെപ്റ്റൻസ് അല്ല ലഭിക്കുന്നത്. വർഗീയതയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർക്ക് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നയങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല. അപ്പൊ എല്ലാ രീതിയിലുള്ള മത സൗഹാർദ്ദത്തെ, ഈ മതേതര മൂല്യങ്ങളെ പുണരുന്നവർക്ക് മാത്രമേ കോൺഗ്രസുമായി സഹയാത്രികരാകാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ കോൺഗ്രസിന്റെ മൂല്യങ്ങളിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കോൺഗ്രസ് ചേരിയിലേക്ക് അല്ലെ UDF-ന് പിന്തുണ പ്രഖ്യാപിക്കാനായിട്ട് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ കഴിയില്ല എന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോഴും ആ ചോദ്യം നിൽക്കുന്നു. അപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് UDF-നെ സംബന്ധിച്ചോളം, കോൺഗ്രസിനെ സംബന്ധിച്ചോളം. മുതിർന്ന നേതാക്കന്മാർ പോലും പ്രധാന സ്ഥലങ്ങളിലെല്ലാം ഇറക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു സന്ദേശം മലബാറിൽ വോട്ട് നേടിക്കൊടുത്താലും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ, മധ്യകേരളത്തിലേക്ക് വരുമ്പോൾ, കോട്ടയം അടക്കമുള്ള സ്ഥലങ്ങളിൽ ക്രിസ്ത്യൻ വോട്ടുകൾ, UDF-നൊപ്പം നിൽക്കുന്ന കുറച്ച് ക്രിസ്ത്യൻ വോട്ടുകളിൽ പോലും ഇതൊരു ചോദ്യചിഹ്നമാകില്ലേ? തെക്കൻ തിരുവിതാംകൂറിലേക്ക് വരുമ്പോൾ ഹിന്ദു വോട്ടുകൾ അത് ബാധിക്കില്ലേ? BJP സ്വാഭാവികമായിട്ടും ഇതൊക്കെ വലിയ തരത്തിൽ പ്രചാരണമാക്കില്ലേ? CPM ഉറപ്പായിട്ടും അത് ആക്കി കഴിയുകയും ചെയ്തിട്ടുണ്ട്. അതിനെ എങ്ങനെ നേരിടും UDF?
നോക്കൂ, അതൊക്കെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ എതിരാളികൾ ബോധപൂർവം പരത്തുന്നതല്ലേ. ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഇന്റർനാഷണൽ കോൺഗ്രസ് അതിന്റെ മതേതര മൂല്യങ്ങളിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ? ഇന്ത്യയിലെ ബഹുസ്വരതയെ അല്ല അല്ല ശ്രീ വി ജയരാജ് പറഞ്ഞ പോലെ ചിലയിടത്ത് വെൽഫെയർ പാർട്ടി മാത്രം സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, കോൺഗ്രസിന് സ്ഥാനാർത്ഥിയില്ല, UDF-ന് വേറെ സ്ഥാനാർത്ഥിയില്ല, സ്വതന്ത്രരെന്ന് പറഞ്ഞു നിൽക്കുന്നു. അങ്ങനത്തെ മണ്ഡലങ്ങളില്ലേ? അങ്ങനത്തെ സ്ഥലങ്ങളില്ലേ? അങ്ങനത്തെ വാർഡുകളില്ലേ? ഒരു കാര്യം ഉറപ്പല്ലേ, UDF-മായി ഏതെങ്കിലും തരത്തിലുള്ള ബാന്ധവം ഈ വെൽഫെയർ പാർട്ടിക്ക് ഇല്ല എന്നുള്ളത് ഉറപ്പല്ലേ? പിന്നെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. ഇന്ത്യയുടെ മതേതര മൂല്യങ്ങളിലും ഇന്ത്യൻ ഭരണഘടനയിലും വിശ്വാസം അർപ്പിച്ചിട്ടുള്ളത് കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർക്ക് അംഗീകാരം കൊടുത്തിട്ടുള്ളത്. അപ്പം ആ ഒരു പാർട്ടിയെ അവർ വോട്ട് നൽകാൻ ഉപാധിരഹിതമായി UDF മുന്നണിക്ക് വോട്ട് നൽകാം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾക്ക് നിങ്ങളുടെ വോട്ട് വേണ്ട എന്ന് പറയുവാൻ കഴിയുമോ? ഇവിടെ മതേതര മൂല്യങ്ങളിൽ കോൺഗ്രസ് ഏത് തരത്തിലുള്ള വെള്ളം ചേർക്കലാണ് നടത്തുന്നത്? കണ്ണിലെ കൃഷ്ണമണി പോലെ മതേതര മൂല്യങ്ങളെ സംരക്ഷിക്കുന്ന ഒരേ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഏതാണ്? കോൺഗ്രസ് മാത്രമല്ലേ? ശരി, ബി ജയരാജ്, കോൺഗ്രസ് ഇപ്പൊ ഈ പറയുന്ന പോലെ കോൺഗ്രസിന് ഇത് വിശദീകരിച്ച് വശം കെടും എന്നല്ലാതെ കോൺഗ്രസിന് ഇത് വ്യക്തമായി പറയാൻ കഴിയില്ല. പക്ഷെ UDF എന്ന് പറയുന്നത് മുന്നണിയാണ്, കോൺഗ്രസിന് സ്വന്തമായിട്ട് തീരുമാനിക്കാൻ കഴിയില്ല. കോൺഗ്രസ് പെട്ടു, അതാണോ അതിന്റെ ഒരു ചുരുക്കം? സംശയമില്ലാത്ത കാര്യമല്ലേ, കോൺഗ്രസ് മാർജിനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. കോൺഗ്രസ് അവസാനത്തെ കച്ചിത്തുരുമ്പായിട്ട് കാണുന്നത് ഇത്തരം വർഗീയ സംഘടനകളുമായിട്ടുള്ള ബാന്ധവം തന്നെയാണ്. അതിനുമുമ്പ് ശ്രീ റെജി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ദേശാഭിമാനിയിൽ അങ്ങനെ മുഖപ്രസംഗം വന്നു. പിന്നെ ഇത് കനകോലു കുറേ നാളായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന വാർത്തകളാണ്. പാലളി മുഹമ്മദ് കുട്ടി ഇങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കോൺഗ്രസിൻ്റെ വിചാര വിവാഹമോ ആരാണ്ടൊക്കെ എനിക്കിത് വാട്സപ്പിൽ അയക്കാറുണ്ട് ഇത്തരത്തിലുള്ള മെസ്സേജസ്. അപ്പോൾ ആരും ഇപ്പോൾ ആ മെസ്സേജ് ചർച്ചക്കിടയിൽ ഫോർവേഡ് ചെയ്ത് കൊടുത്തതാണ്. ഇതിനൊന്നും ഒരു പ്രൂഫും ഇല്ലാത്ത കാര്യങ്ങളാണ്. പാലളി മുഹമ്മദ് കുറിച്ച് കൂടുതലുള്ള ഒരാള് ജമാഅത്തെ ഇസ്ലാമി വേണമെന്നൊക്കെ പറയുന്ന നട്ടാൽ കൊതുക്കത്ത് നുണ ഒരു TV ഫ്ലോറിലൊന്നും വന്നിരുന്ന് പറയല്ലേ. അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ അതിനുള്ള തെളിവുകളായിട്ട് വരണം. ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ, ഈ നേരത്തെ റെജി പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും കോൺഗ്രസിന്റെ എനിക്ക് കോൺഗ്രസ്സുകാരായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്, അവരെനിക്ക് അയച്ചു തരികയും ഞാൻ അവർക്ക് തിരിച്ച് നല്ല രീതിയിൽ ഇതിന് മറുപടി കൊടുക്കുകയും ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെ ഒരു ദേശാഭിമാനി എഡിറ്റോറിയലും ഇല്ല, അങ്ങനെ പാലളി മുഹമ്മദ് കുട്ടി എങ്ങും പറഞ്ഞിട്ടുമില്ല. ഇത് അവരുടെ പ്രൊപ്പഗാൻഡയുടെ ഭാഗമായിട്ട് അവർ സ്പ്രെഡ് ചെയ്യുന്ന ന്യൂസസ് ആണ്. റജി ആത്മാർത്ഥമുള്ള ഒരു കോൺഗ്രസ്സുകാരനാണ്, അതിനകത്ത് യാതൊരു സംശയം വേണ്ട. റജി മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആളാണ്. പക്ഷേ ഇവിടെ ഒരു ഡെവിൾസ് അഡ്വക്കേറ്റ് ആയിട്ട് ഇരിക്കാനാണ് റജിയുടെ ദുര്യോഗം എന്ന് പറയുന്നതിനകത്ത് എനിക്ക് മടിയൊന്നുമില്ല. പക്ഷേ കഷ്ടം തന്നെയാണ് അത്തരം ഒരവസ്ഥ. ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ വരിക, യാതൊരു നാണവും മാനവും ഇല്ലാതെ, യാതൊരു എളുപ്പമില്ലാതെ വീണ്ടും മതേതര കണ്ണിലെ കൃഷ്ണമണി പോലെ മതേതരത്തെ കാത്തു സൂക്ഷിക്കല്ലേ കേരളത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയായിട്ട് തോളിക്കയിട്ടുണ്ട് പല മണ്ഡലങ്ങൾ. ഞാൻ എണ്ണി പറഞ്ഞുതരാം, തീർന്നില്ല, ഇനിയുണ്ട് ഇഷ്ടംപോലെ മണ്ഡലങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ദാണ്ടേ എവിടെയെല്ലാം, എടപ്പാള്, എടയൂര്, മമ്പാട്, പിന്നെ പടപ്പറമ്പ്, നിറമരുത് ബ്ലോക്ക് പഞ്ചായത്ത്, ഇവിടെയെല്ലാം. പിന്നീട് ഇനിയുണ്ട് ജമാഅത്തെ ഇസ്ലാമി വെട്ടത്ത് പ്രതിഷേധിച്ച് ലീഗിൻ്റെ നേതാവ് സ്വതന്ത്രനായി മത്സരിക്കുന്നു. അത് മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറിയാണ്. ജില്ലാ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ബക്കർ പറവണ്ണയാണ് മത്സരിക്കുന്നത്. അദ്ദേഹം രാജിവെച്ച് CPI ചേർന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് ഇതുപോലെ റഹ്മത്തുള്ള രാജിവെച്ചു സിറ്റിംഗ് സീറ്റ് നൽകിയതിൽ, വെൽഫെയർ പാർട്ടിക്ക് സിറ്റിംഗ് സീറ്റ് നൽകിയതിൽ. അങ്ങനെ ഇഷ്ടംപോലെ സ്ഥലത്ത്, കൂട്ടിലങ്ങാടിയിൽ, പിന്നെ ഇങ്ങനെ എവിടെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും പരസ്യമായ രീതിയിലാണ്. അല്ലാതെ വോട്ട് വാങ്ങുക എന്നുള്ള അത്ര നിർദോഷമായൊരു സമീപനമൊന്നും അല്ല സ്വീകരിക്കുന്നത്. അവർക്ക് വോട്ട് വാങ്ങാൻ പറ്റത്തില്ല എന്നോ അല്ലെങ്കിൽ വോട്ട് ആരും തരുന്ന എല്ലാവരുടെ വോട്ട് സ്വീകരിക്കുന്നെന്ന് പറയുന്നതിനകത്തൊന്നും നമ്മൾ എതിർക്കുന്നില്ല. പക്ഷേ പരസ്യമായിട്ട് അവരുടെ വേദികളിൽ കൊണ്ടുവരിക, ലീഗിൻ്റെ സപ്പോർട്ടോടുകൂടി വെൽഫെയർ പാർട്ടിയുടെ ആളുകൾ മത്സരിപ്പിക്കുക, എന്നിട്ടും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ മതേതരത്തെ സംരക്ഷിക്കുമെന്ന്. ഈ പറഞ്ഞ കണക്കല്ലേ ബീഹാറിലും UPയിലും ഒക്കെ ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിൽ നിന്ന് പൂർണ്ണമായിട്ട് അകന്നു കഴിഞ്ഞു. അത് OIC ഫാക്ടറോ എന്ത് ഫാക്ടർ എന്ന് പറഞ്ഞാലും ബീഹാറിൽ നമ്മൾ കണ്ടതാണ്. ദളിതരും മുസ്ലിങ്ങളുമായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ യാദവ് വോട്ട് മൊത്തം കോൺഗ്രസിലിട്ടുണ്ടെന്ന് വോട്ടെല്ലാം പോയില്ലേ. അവിടെ അവരുടെ ബേസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ഒന്നടങ്കം അത്തരത്തിലുള്ള ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് കേരളത്തിലും കഴിഞ്ഞ 2 ഭരണ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ കോൺഗ്രസ് ഭയങ്കരമായിട്ട് മാർജിനലൈസ്ഡ് പോയി. അവസാനത്തെ നിലയില്ലാതെ മുങ്ങിച്ചാവുന്നതിന് എന്താണ് പറയുന്നത്,
കച്ചിത്തുരുമ്പെന്ന് പറഞ്ഞ പോലെയാണ് ഇവരെ. ഈ കച്ചിത്തുരുമ്പല്ല, അത് പിന്നീട് ഇത് കാളിയനായി മാറി അവരെ തന്നെ കൊത്തുമെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നില്ല. കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിനെ തകർക്കുമെന്നുള്ള കാര്യം പോലും ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരവസ്ഥയാണ്. ഇനി അറിയില്ല എന്ന് നടിക്കുകയാണോ, ഇനി അവസാനത്തെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണോ? എന്തായാലും വളരെ എന്താണ് പറയുന്നത്, പരിതാപകരമായ ഒരു അവസ്ഥയിലൂടെയാണ് കോൺഗ്രസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് വെൽഫെയർ പാർട്ടിയാണെങ്കിലും SDPI ആണെങ്കിലും ഇനി PFI, നിരോധിക്കപ്പെട്ട PFIയുടെ പ്രവർത്തനങ്ങളാണെങ്കിലും മറ്റേതെങ്കിലും സ്ലീപ്പിംഗ് സെല്ലുകളാണെങ്കിലും എല്ലാ ഫണ്ടമെന്റലിസ്റ്റുകളുമായിട്ട് കൈകോർക്കാനായിട്ട് യാതൊരു മടിയും കോൺഗ്രസിനില്ല എന്നാണ് കാണിക്കുന്നത്. ഈ ഒരു പോക്ക് എങ്ങോട്ടാണ് പോകുന്നത്? ഈ ഒരു പോക്ക് കേരളത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൻ്റെ മതേതര സങ്കല്പങ്ങളെ തകർത്തുള്ള, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അപ്പുറത്ത് വളരുന്നത് ആരാണ്? ഭൂരിപക്ഷ വർഗീയത വളരും. ഇത് കാണിച്ചുകൊണ്ടാണ്, ഇത്തരം നീക്കുപോക്കുകളെ കാണിച്ചുകൊണ്ടാണ് ഭൂരിപക്ഷ വർഗീയത വോട്ട് ചോദിക്കാൻ പോകുന്നത്. യാതൊരു സംശയം വേണ്ട. ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വളമിട്ട് കൊടുക്കുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അത് മുമ്പ് കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കന്മാർ ചെയ്ത് പരാജയപ്പെട്ടതാണ്. അന്നേരം നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ചില തന്ത്രങ്ങൾ മെനയുമ്പോൾ ഇത്തരത്തിലുള്ള വലിയ തിരിച്ചടികൾ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആ മനസ്സിലാക്കിയിട്ട് ഇത്തരക്കാരെ ഒറ്റപ്പെടുത്തുക എന്നല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അല്ലാതെ ഇവർ ഇതുവരെ കോൺഗ്രസ് ഈ പറഞ്ഞ മതേതരം എന്ന് പറയുന്ന ഈ കോൺഗ്രസ് പാർട്ടി UDFന്റെ ഈ നീക്കം അത് LDFനാണോ ഗുണകരമാക്കുക, അതോ കേരളത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന BJPക്കാണോ? ആ ഒരു വിലയിരുത്തൽ കൂടി. ഇതിനകത്തുള്ളതെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ഒരു സമാധാനകരമായിട്ടുള്ളൊരു അന്തരീക്ഷം നശിപ്പിക്കാനായിട്ടുള്ളൊരു വെടിമരുന്ന് ഇട്ട് കൊടുക്കുകയാണ് കോൺഗ്രസ് ഈ പ്രവൃത്തിയിലൂടെ ചെയ്യുന്നതെന്ന് നിസ്സംശയം പറയാൻ പറ്റും. ഇതിനകത്ത് നിന്ന് ആര് നേട്ടം ഉണ്ടാക്കുന്നു, ആര് കോട്ടം ഉണ്ടാക്കുന്നതല്ല, എങ്ങനെ സമാധാനത്തോടു കൂടി ജീവിക്കുന്ന കേരളത്തിലെ ജനത ഭാവിയിൽ വർഗീയ കലാപങ്ങൾക്കും മറ്റ് അനിഷ്ട സംഭവങ്ങൾക്കും ഒക്കെ വളവിട്ട് കൊടുക്കുന്ന ഒരു പ്രവൃത്തിയാണ് കോൺഗ്രസ് ഈ ചെയ്യുന്ന പ്രവൃത്തി. അത് നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം. അതിനെ പരസ്യമായി തുറന്നു കാട്ടപ്പെടുകയും വേണം. യാതൊരു രീതിയിലുള്ള സോഫ്റ്റ് കോർണറും യാതൊരു രീതിയിലുള്ള ജനാധിപത്യ മര്യാദ ഇത്തരം കാര്യങ്ങളെ എക്സ്പോസ് ചെയ്യുന്നതിനകത്ത് കോൺഗ്രസ് അർഹിക്കുന്നില്ല. കാര്യം അവരത്രയും വലിയ പാതകമാണ് കേരള സമൂഹത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വരും തലമുറയാണ് അവരെ വിലയിരുത്താൻ പോകുന്നത്. വരും തലമുറ അവരെ വഞ്ചകരെന്ന് തന്നെ വിളിക്കും. ഈ വഴിമരുന്ന് ഇട്ട് കൊടുക്കുന്നതിന്, ഈ വർഗീയ വിഭജനം ഉണ്ടാക്കുന്നതിന്, വളരെ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ഒരു ജനതയുടെ ഇടയിൽ ഇത്തരത്തിലുള്ള ഫ്രിഞ്ച് ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് വളരെ ഈ പറഞ്ഞ കണക്കുള്ള ഫ്രിഞ്ച് ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഈ പ്രവർത്തികൾ, ആരും ഇതിനകത്ത് നിന്ന് ലാഭം ഉണ്ടാക്കിയാൽ ആരുണ്ട് നഷ്ടം എന്നുള്ളതല്ല. കേരളത്തിലെ ജനങ്ങളുടെ സമാധാന അന്തരീക്ഷം ഇവർ തകർക്കും എന്നുള്ള കാര്യത്തിൽ നിസ്സംശയം പറയാനാണ്. ഓക്കെ റൈറ്റ്. ഞാൻ തിരികെ ശ്രീജിത്ത്, ഇത് കഴിഞ്ഞ തവണ വെൽഫെയർ ബന്ധവുമായിട്ട് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നത് KPCCക്കകത്ത് നിന്ന്. മുല്ലപ്പള്ളി ഒരു വശത്ത് പറയുമ്പോൾ ഹസനും K മുരളീധരനും ഒക്കെ അത് അനുകൂലിക്കുന്ന ഒരു നീക്കത്തിലേക്ക് പോവുകയും ചെയ്തു. ഇത്തവണ അതിലും ഏത് തരത്തിലാണ് സമവാക്യം എന്നുള്ളൊരു ചോദ്യം ഓൾറെഡി നിൽക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന രീതിയിലേക്ക് ഇതിൽ രണ്ട് പക്ഷമുണ്ടാകാനുള്ളൊരു സാധ്യത അത് ഏത് തരത്തിൽ വേണം, പ്രത്യേകിച്ച് മധ്യ കേരളത്തിലടക്കം? അല്ല, അത് തീർച്ചയായിട്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇങ്ങനെയുള്ള ഒരു ബാന്ധവം കൊണ്ട് ചില സ്ഥലങ്ങളിൽ, ഒരു പക്ഷേ ഇപ്പോൾ ചേന്ദമംഗലൂർ അല്ലെങ്കിൽ മുക്കം, അങ്ങനെ കുറേയധികം സ്ഥലങ്ങളുണ്ട്, മലപ്പുറത്തുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ വെൽഫെയർ പാർട്ടിക്ക് അത്യാവശ്യം സ്വാധീനമുള്ള പല സ്ഥലങ്ങളുമുണ്ട്. അപ്പോൾ കോൺഗ്രസ് അവിടെ പ്രതീക്ഷിക്കുന്നത് അവിടെയുള്ള ലോക്കൽ ബോഡികളിലൊക്കെ തന്നെ വലിയ പ്രാതിനിധ്യം കിട്ടുന്നതിന് വേണ്ടി ഈ ഒരു ബാന്ധവം സഹായിക്കും എന്നാണ്. എങ്കിൽ വെൽഫെയർ പാർട്ടിക്ക് കാര്യമായിട്ടുള്ള സ്വാധീനമില്ലാത്ത മറ്റു പല സ്ഥലങ്ങളിൽ ഈ തരത്തിലുള്ള, അതായത് വർഗീയതയുമായിട്ട് കോൺഗ്രസ് ബാന്ധവത്തിലേക്ക് പോകുന്നു, അത് രഹസ്യ ബാന്ധവമാണ് എന്ന ഒരു പ്രചരണം BJPയും CPMും വളരെ വ്യാപകമായിട്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ രംഗത്ത് ഇറക്കിക്കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് കാര്യമായിട്ടുള്ള നഷ്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അല്ലാതെ വലിയൊരു ഗുണം അതുകൊണ്ട് ഉണ്ടാവുന്നില്ല. നേരത്തെ തന്നെ ചൂടുവെള്ളത്തിൽ വീണതാണ് കോൺഗ്രസ് എന്ന പൂച്ച. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പാഠം പഠിക്കേണ്ടതും കോൺഗ്രസ് തന്നെയാണ്. ഇപ്പം നമുക്കറിയാം, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇതേപോലെയുള്ള ഒരു ചോദ്യം അന്നത്തെ UDFന്റെ സ്ഥാനാർത്ഥിയായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനോടുണ്ടായിരുന്നു. ഇതേപോലെ സ്പെസിഫിക് ആയിട്ട് പാർട്ടികളുടെ പേര് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ SDPIയുടെ വോട്ട് നിങ്ങൾക്ക് വേണ്ട എന്ന് പറയുമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പാർട്ടിയുടെ പേര് പറയാതെ മൊത്തത്തിലൊരു ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ് പിന്നീട് പറയേണ്ടി വന്നു. അതായത് വർഗീയതയുമായി ചേർന്ന് നിൽക്കുന്ന ആൾക്കാരുടെ ആരുടെയും വോട്ട് വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായമെന്ന്. അതായത് അന്ന് തന്നെ അത് പരക്കെ വിമർശിക്കപ്പെട്ടിരുന്നത്, നോക്കൂ ഇവിടെ SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറയാനായിട്ട് അങ്ങനെ ഒരു ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയാതെ ഒരു സ്വീപ്പിംഗ് സ്റ്റേറ്റ്മെന്റിലേക്ക് പോയി ആർക്കും ബുദ്ധിമുട്ട് ഉണ്ടാക്കാതിരിക്കാനായിട്ട് ഇവിടെ UDFന്റെ സ്ഥാനാർത്ഥി ശ്രമിക്കുന്നു എന്നുള്ള വ്യാപകമായിട്ടുള്ള വിമർശനം ആ സമയത്ത് നമ്മളെല്ലാവരും കണ്ടതാണ്.
അത് ഒരു മണ്ഡലത്തിലുണ്ടായിരുന്ന ഇക്വേഷൻസിനെ ആയിരുന്നുവെങ്കിൽ, പക്ഷേ ഇത്തവണ നടക്കാൻ പോകുന്നത് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പും അതിനുശേഷം വരുന്നത് കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പുമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇത് കോൺഗ്രസിന് ഗുണമാണോ ഗുണത്തെക്കാളേറെ ദോഷമാണോ ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാകേണ്ടത് കോൺഗ്രസിന്റെ നേതൃത്വത്തിനാണ്. വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ കോൺഗ്രസിൽ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്, ഇനിയും അത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിന്റെ വരുംവരായികൾ എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ മലബാറിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഗുണമാണെന്ന് ധരിക്കുന്നുവെങ്കിൽ, അപർണ ചോദിച്ചതുപോലെ മധ്യ കേരളത്തിലേക്കോ തെക്കൻ കേരളത്തിലേക്കോ ഒക്കെ വരുന്ന സമയത്ത് ഇവിടെ മത്സരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ പ്രതീക്ഷകൾക്കൊക്കെ തന്നെ അത് തുരങ്കം വെക്കുന്ന നടപടിയായി പോകുമെന്നുള്ള ഒരു ധാരണ അവർക്കുണ്ടാകും. അപ്പൊ സ്വന്തം ജയസാധ്യതകളെ കൂടി പല സ്ഥാനാർത്ഥികളാകാൻ സാധ്യതയുള്ള ആൾക്കാരും ഒക്കെ വിലയിരുത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രാദേശികമായിട്ടുള്ള അഭിപ്രായ രൂപീകരണം ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മളിവിടെ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഈ ചർച്ച ഞാൻ ശ്രദ്ധിക്കുന്ന സമയത്ത് ശ്രീ റജി സാധാരണ കോൺഗ്രസിനെ ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടി നന്നായി ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇന്നത്തെ ചർച്ചയിൽ നോക്കൂ, അദ്ദേഹം കോൺഗ്രസിനെ ന്യായീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും ന്യായീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ശ്രമിക്കേണ്ടി വരുന്നു. അത് കണ്ടു നിൽക്കുന്നതിൽ ഒരു പാനലിസ്റ്റ് എന്ന രീതിയിൽ എനിക്ക് ദുഃഖമുണ്ട്. കാരണം അദ്ദേഹം പറയുകയാണ് ഇത് മുന്നണിയായിട്ടല്ലേ കോൺഗ്രസ് മത്സരിക്കുന്നത് എന്നൊക്കെ. അപ്പൊ മുന്നണിയിലുള്ള സമവാക്യം ആരാണ് മുന്നണിയാവുക? നിങ്ങൾ കോൺഗ്രസുമായിട്ട് ചേർന്ന് മുന്നണിയാകുമോ? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ പറയുന്നത് എന്താണ്? BJP ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷ വർഗീയ പാർട്ടിയാണ്. അക്കാര്യത്തിൽ ശ്രീ റജിക്ക് അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. അങ്ങനെയെങ്കിൽ BJP പറയുകയാണ് ഞങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ തയ്യാറാണ് എന്ന് പരസ്യമായിട്ട് BJP പ്രഖ്യാപിച്ചാൽ എന്ത് ചെയ്യും? തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് എല്ലാവരുടെയും വോട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് BJP ഞങ്ങൾക്ക് വോട്ട് ചെയ്യട്ടെ എന്ന് നിങ്ങൾ പറയൂ? അത് സ്വന്തം കാലിൽ നിറയൊഴിക്കുന്നതിന് തുല്യമാണ് എന്നുള്ള ബോധം കോൺഗ്രസിലുള്ള എല്ലാ നേതാക്കന്മാർക്കും ഉണ്ട്. കാരണം വെൽഫെയർ പാർട്ടിയെ പോലെ പോക്കറ്റുകളിലല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ വെൽഫെയർ പാർട്ടിയെ എതിർക്കുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ, ഭൂരിപക്ഷ വർഗീയതയുടെ പ്രതിനിധിയാണ് BJP എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ കോൺഗ്രസിനെതിരെ ചിന്തിക്കാനുള്ള കാര്യമുണ്ട്. തന്നെയുമല്ല, അത് ഉണ്ടാക്കാൻ പോകുന്ന പൊളിറ്റിക്കലായിട്ടുള്ള സെറ്റ്ബാക്ക് എത്രത്തോളം രൂക്ഷമാണ് എന്നുള്ളത് റജിക്കും അറിയാം, കോൺഗ്രസിന്റെ സീനിയർ ലീഡർഷിപ്പിനും അറിയാം. അപ്പൊ ആരെങ്കിലും ഒരു തെരഞ്ഞെടുപ്പല്ലേ വോട്ട് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വോട്ടങ്ങ് സ്വീകരിക്കുക എന്ന് പറയുന്നത് നിലപാടല്ല, മറിച്ചത് നിലപാടില്ലായ്മയാണ്. എന്തായിരുന്നു അവിടുത്തെ നിലപാട്? മതേതര മുന്നണിയുടെ വോട്ട് മാത്രം മതി, മതേതരമായി ചിന്തിക്കുന്ന ആൾക്കാരുടെ വോട്ട് മതി, വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നതാണ് നിലപാട്. അതല്ലാതെ തെരഞ്ഞെടുപ്പാകുന്ന സമയത്ത് ഞങ്ങൾ അല്ലാത്ത സമയത്ത് എല്ലാം സംസാരിക്കും, പക്ഷെ തെരഞ്ഞെടുപ്പിൽ ആര് വോട്ട് ചെയ്ത് കഴിഞ്ഞാലും 18 വയസ്സിന് മുകളിലുള്ള പ്രായമുള്ള എല്ലാ ആൾക്കാരുടെയും, വർഗീയവാദിയാണെങ്കിലും അല്ലെങ്കിലും, വോട്ട് ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ നിലപാടില്ലായ്മയാണ്. അപ്പൊ അത് ഈ ഒരു പിന്തുണ തന്നെ പരസ്യ പ്രഖ്യാപനമാണോ വരുന്നത്? അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങളുടെ മുന്നണിയിൽ അവരില്ലല്ലോ, കോൺഗ്രസ് മുന്നണിയായിട്ടല്ലേ മത്സരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഈ ഒരു ചർച്ച ഉണ്ടാകുന്നത് തന്നെ ആധാരം ഞാൻ മനസ്സിലാക്കുന്നത് വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം വരെ UDFന്റെ കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിച്ചു എന്നതുകൊണ്ടാണ്. അതൊരു ചെറിയ കാര്യമാണോ? വഴിപോക്കനല്ലല്ലോ, ക്ഷണിച്ചിട്ടായിരിക്കുമല്ലോ വരുന്നത്. അപ്പൊ അതൊരു കേവല നീക്കുപോക്ക് എന്നതിനപ്പുറത്തേക്ക് കൺവെൻഷനിൽ വേദി പങ്കിടുന്ന, അവിടെ ഒരു ചെയർ വലിച്ചിട്ടിട്ട് ഒരാളിനെ ഇവിടെ വിളിച്ചിരുത്തി അയാൾക്ക് മൈക്ക് കൊടുത്ത് ആ പോഡിയത്തിൽ സംസാരിക്കാനായിട്ട് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ട് എങ്കിൽ അത് ഈ പറയുന്ന കേവല നീക്കുപോക്കല്ല. പിന്നെ ഇതിൽ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ധാർമ്മികത സംസാരിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അതിൽ ശ്രീ റജി പറയുന്ന കാര്യം ഞാൻ അംഗീകരിക്കുന്നു. അദ്ദേഹം BJPയുമായി ഡോക്ടർ BJ റായിനെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണൽ പോളറൈസേഷൻ UDFും നടത്തുന്നുണ്ട്, BJPയും അതാണല്ലോ എന്ന് LDFന് പറയാനുള്ള ഒരു കോർട്ട് കിട്ടുന്നുണ്ട് ഈ സമയത്ത്. അതില്ല എന്ന് അല്ല, അത് എല്ലാവർക്കും ഉണ്ട്. കാരണം ഇപ്പം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു PDP വർഗീയമാണ് എന്ന് പറഞ്ഞു. പക്ഷെ പ്രത്യേകമായിട്ടുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ അന്ന് ചെയ്തിരുന്നത് അവർക്ക് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു റീസൺ അവർ കണ്ടെത്തുകയും ജമ്മു കാശ്മീരിൽ അധികാരം പങ്കെടുത്തതിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയും ചെയ്തു. അത് ഒരു താൽക്കാലിക എഗ്രിമെന്റ് ആണെന്നോ അല്ലെങ്കിൽ അതിനൊരു മിനിമം കോമൺ പ്ലാൻ ഉണ്ടായിരുന്നു എന്നൊക്കെ അവർ പറയും. പക്ഷെ അതിനെ കോൺഗ്രസ് ഉൾക്കൊള്ളുമോ? CPM ഇതിനെ ഉൾക്കൊള്ളുമോ? ഇല്ല. അതേപോലെ CPMന് ജമാഅത്തെ ഇസ്ലാമിയോടോ വെൽഫെയർ പാർട്ടിയോടോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഐത്തമോ അൺടച്ചബിലിറ്റിയോ ഒന്നും ഇല്ല, നമുക്കറിയാം. ഇപ്പോൾ ഷിഹാബ് പോക്കോട്ടൂരാണ് 2024 ശ്രീമതി അപർണ ഓർക്കുന്നുണ്ടാകും, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതാണ്. ആ പോസ്റ്റ് എന്തായിരുന്നു? 2 ഫോട്ടോ ആയിരുന്നു. അതിലൊന്ന് രാജസ്ഥാനിൽ നിന്നുള്ള CPMന്റെ MP, ലോക്സഭാ MP ആമ്ര റാം, അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരുടെ ഒപ്പം ഇരിക്കുന്ന ഒരു ഫോട്ടോ ഇട്ടു, ഷിഹാബ് പോക്കോട്ടോ ഇട്ടതാണ്. അതേപോലെ തന്നെ അദ്ദേഹം ഇട്ട മറ്റൊന്ന് തമിഴ്നാട്ടിലുണ്ടായിരുന്ന, എനിക്ക് തോന്നുന്നു പഴയ MP നടരാജനോ മറ്റുമാണ്, CPMന്റെ മുൻ MP, അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസ് വിസിറ്റ് ചെയ്യുന്ന ഫോട്ടോയാണ്. അപ്പൊ അത് കേവലമായിട്ടുള്ള പ്രചരണമൊന്നുമല്ല, മറിച്ച് അത് അങ്ങനെയാണ്. അപ്പൊ ഇതൊക്കെ എല്ലാ കാലത്തും ആൾക്കാർ ചെയ്യുന്നതാണ്. ഇപ്പോൾ CPMനായിരുന്നു ഈ പിന്തുണ തരുന്നത് എങ്കിൽ CPM എന്ന് പറയും. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. നേമത്ത് BJPക്ക് വലിയ സാധ്യതയുള്ള ഒരു മണ്ഡലമായിരുന്നല്ലോ. നേമത്ത് കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് അവിടെ 10,000 വോട്ട് ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞ പാർട്ടിയാണ് SDPI. ഈ 10,000 വോട്ടുള്ള ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്നത് CPMനാണ്, ശിവൻകുട്ടിക്കാണ് എന്ന് പരസ്യമായിട്ട് അവരുടെ പ്രഖ്യാപനം വന്നു.
ആ സമയത്ത് ആരെങ്കിലും പറഞ്ഞു ഞങ്ങൾക്ക് വർഗീയവാദികളുടെ വോട്ട് വേണ്ട, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം SDP വർഗീയവാദിയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ അത് കിട്ടാത്തത് കൊണ്ടും മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നത് കൊണ്ടും ഇപ്പോൾ CPM എതിർക്കും, കിട്ടുന്നത് കൊണ്ട് കോൺഗ്രസ് മിണ്ടില്ല. തിരിച്ചിപ്പുറത്താണ് പോകുന്നതെങ്കിൽ അതും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? ഇപ്പം ശ്രീ റജി പറഞ്ഞതുപോലെ പാലോളി മുഹമ്മദ് കുട്ടിയെ കൂടെ പിടിച്ചിട്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരും. ദേശാഭിമാനിയിലെ ലേഖനത്തിനെ ചോദിക്കേണ്ടി വരും. 2011 മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദനെ പറ്റി ചോദിക്കേണ്ടി വരും. CPMന്റെ സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യം പറയേണ്ടി വരും. അപ്പോൾ ഇതിനെയെല്ലാം കൂട്ടുപിടിച്ചിട്ട് ശ്രീ റജി ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? വെൽഫെയർ പാർട്ടിയോ അല്ലെങ്കിൽ അവരുടെ തലതൊട്ടപ്പനായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയോ മതേതരമാണെന്നാണ്. ഓക്കെ, ഡോക്ടർ ബി ജയരാജ്, അതിനുള്ള മറുപടി കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് പോകാം. ഞാൻ ശ്രീ റജിയിലേക്ക് എത്തുന്നതിന് മുൻപ് LDFന്റെ കൈ അത്ര വിശുദ്ധമൊന്നുമല്ല. ഇപ്പോൾ പറഞ്ഞ ഈ നിയമത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ വിഷയമാണെങ്കിൽ നിയമത്തിലെ തെരഞ്ഞെടുപ്പിൽ അത് കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് ഒരു വീക്കായിട്ടുള്ള UDF വീക്കായിട്ടുള്ള കാൻഡിഡേറ്റ് നിർത്തി അത് BJPയെ കൊടുത്തൊരു സീറ്റാണ്. ആ സീറ്റ് പിടിച്ചെടുക്കുക, BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവിടെ ശിവൻകുട്ടി അവിടെ മത്സരിക്കുന്നത്. ആ ശിവൻകുട്ടി മത്സരിക്കുന്ന സമയത്ത് കേരളത്തിൽ ഒന്നടങ്കം ഒരു തീരുമാനം ഉണ്ടായിരുന്നു, ഒരു വർഗീയ പാർട്ടിയുടെ വോട്ട് വേണ്ട. അത് SDP ആയിക്കോട്ടെ, ജമാഅത്ത് ഇസ്ലാമി ആയിക്കോട്ടെ, അതല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്കല്ല PFI എന്ന് വന്നിട്ടുള്ള ആളുകളായിക്കോട്ടെ, ഇവരുടെ ആരുടെയും സംഘപരിവാരത്തിൻ്റെ വോട്ട് വേണ്ടെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇലക്ഷൻ ഇടതുമുന്നണി നേരിട്ടെന്നുള്ള കാര്യം ശ്രീജിത്ത് പണിക്കർക്ക് അറിയാഞ്ഞിട്ടല്ല. എന്നിട്ട് അവിടെ മാത്രം SDPIക്ക് ആർക്ക് വേണമെങ്കിലും ക്ലെയിം ചെയ്യാമല്ലോ, ഞങ്ങൾക്ക് 10,000 വോട്ടുണ്ട്, 20,000 വോട്ടുണ്ടെന്നൊക്കെ ആർക്ക് വേണമെങ്കിലും ക്ലെയിം ചെയ്യാം. ആ ക്ലെയിമിനെ ഒന്നും നമ്മൾ വേണമെന്നോ വേണ്ടെന്നോ ആ സമയത്തല്ല. അന്നൊരു പാർട്ടിക്ക് ഒരു സ്റ്റാൻഡുണ്ട്. ആ സ്റ്റാൻഡ് വളരെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മത്സരിച്ചത്. ആ ഇലക്ഷനിലാണ് 99 സീറ്റോടുകൂടി 98 സീറ്റോടുകൂടി അധികാരത്തിൽ വരുന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. BJPയുടെ അക്കൗണ്ട് അവിടെ പൂട്ടുകയും ചെയ്തു. ഇനി അത് ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യത്തിൽ കോൺഗ്രസ്സുകാർ കൊടുത്തൊരു സീറ്റ്, കോൺഗ്രസ്സുകാർ അവിടെ BJPക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധ്യത ഉണ്ടാക്കി കൊടുത്തൊരു സീറ്റ്, ആ സീറ്റ് പിടിച്ചെടുത്തതാണ് CPM. അതാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ്, അല്ലാതെ SDP വോട്ട് മേടിച്ചുകൊണ്ടൊന്നും അല്ല ശിവൻകുട്ടി സാഹ് അവിടെ ജയിക്കുന്നത്. അങ്ങനെ ഒരു വ്യാഖ്യാനം പലപ്പോഴും ഞാൻ പല സ്ഥലങ്ങളിലും പല ആളുകളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിപ്പോൾ ഇവിടെ പറഞ്ഞപ്പോൾ അതിലേക്ക് മറ്റു എക്സാമ്പിൾസ് എടുത്തു കൊണ്ടുവരുന്നില്ല. വിഷയം ഇതായതുകൊണ്ട് ശ്രീ റജി, അറ്റ്ലീസ്റ്റ് ആ അടവ് നയം എങ്കിലും UDFന് സ്വീകരിച്ചുകൂടായിരുന്നോ എന്നൊരു പരോക്ഷ ഉപദേശമാക്കിയായിട്ട് വേണമെങ്കിൽ ഇതെടുക്കാം. അതായത് പിന്തുണയല്ലേ, ഞങ്ങൾ ആരെയും വേദിയിൽ കയറ്റിയിരുത്തിയിട്ടില്ലല്ലോ, കൺവെൻഷനിൽ ക്ഷണിച്ചു കൊണ്ടുവന്നിരുന്ന് സംസാരിക്കുന്ന നേതാവല്ലല്ലോ, ഇത്രയൊക്കെ LDFന് പറയാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കും. അതുപോലും UDFന് കഴിയുന്നില്ല, അതുപോലും കോൺഗ്രസിന് കഴിയുന്നില്ല. മുൻപ് LDFും ഈ പാതയിലൂടെ പോയതാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിങ്ങൾക്ക് കഴിഞ്ഞില്ല. ഇത്തവണ അത് കഴിയുമോ? നോക്കൂ അപർണ, ഇത് ഇത്തരത്തിലുള്ളത് പൊതു സ്വതന്ത്രന്മാരെ ചില പ്രദേശങ്ങളിൽ സ്ഥാനാർത്ഥികളായി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണെന്നാണ് ഞാനത് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ LDFന്റെ ആ ഒരു എന്താണ് അവിശുദ്ധമായിട്ടുള്ള ഒരു നിലപാടിനെ സംബന്ധിച്ച് ബഹുമാനനായ ശ്രീജിത്ത് പണിക്കർ വളരെ വ്യക്തമായിട്ടും സത്യസന്ധമായിട്ടും നിരീക്ഷണം നടത്തുകയുണ്ടായി. അതായത് PDPയുമായിട്ട് 2008 ബാംഗ്ലൂർ സ്ഫോടനത്തിൽ പ്രതിയായ PDPയെ 2010 ആരാണ് കോടിയേരി ബാലകൃഷ്ണൻ പിടിച്ചുകൊടുത്തു. അന്ന് വർഗീയവാദിയെ പിടിച്ചുകൊടുത്തു എന്ന വലിയ അഭിമാനത്തോടെ പറഞ്ഞവരിപ്പോ PDPയെ കൂട്ടും പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. അവർക്ക് അതിലൊരു പ്രശ്നവുമില്ല. അപ്പൊ അത്തരത്തിലുള്ള നിലപാടുകളാണ് ഈ ഇടതുപക്ഷം സ്വീകരിക്കുന്നത്. എനിക്ക് ബഹുമാനനായ ഡോക്ടർ ജയരാജന്റെ ഒരു അഭിപ്രായം കേട്ടിട്ട് എനിക്ക് അമ്പരപ്പും ഞാൻ വിസ്മയിച്ചു പോയി. കാരണം ദേശാഭിമാനിയുടെ പത്രത്തിന്റെ എഡിറ്റോറിയലിനെ അദ്ദേഹം തള്ളിപ്പറയുന്നു. ഞാൻ പല ചാനൽ ചർച്ചകളിലും വളരെ സീനിയർ ആയിട്ടുള്ള പല നേതാക്കന്മാരോടും അത് പറയുമ്പോൾ അവർ വളരെ വ്യക്തമായിട്ട് അതിന് മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ബഹുമാനനായ ജയരാജ് അദ്ദേഹം ഈ ദേശാഭിമാനി പത്രത്തിന്റെ 96 ഏപ്രിൽ 22 എഡിറ്റോറിയലിലെ അഭിപ്രായത്തെ അദ്ദേഹം അപ്പാടെ പറയുകയാണ്. അത് കള്ളത്തരമാണെന്നാണ് പറയുന്നത്. നോക്കൂ, അങ്ങ് അത് ഒന്ന് ശേഖരത്തിലെ ഒന്ന് ലൈബ്രറിയിൽ ഒന്ന് അന്വേഷിച്ചാൽ അങ്ങേക്ക് അത് സംബന്ധിച്ചുള്ള കൃത്യമായ ഉത്തരം കിട്ടും. ഇനി ഞാൻ ഈ ജമാഅത്തെ ഇസ്ലാമിയെ പറഞ്ഞത് നോക്കൂ, കാണിക്കട്ടെ, അത് കയ്യിലുണ്ടെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കൂ. ആ വിഷയം നമ്മൾ ഇതിനു മുൻപ് ഡിബേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ LDFനെ ചാരിക്കൊണ്ട് കോൺഗ്രസിന് UDFന് ഇത്തവണത്തെ ബാന്ധവം ന്യായീകരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ആ വിഷയത്തിലേക്ക് എടുക്കാത്തത്. ഡോക്ടർ ബി ജയരാജ്, ആ ചർച്ചയിലേക്ക് ഞാൻ കടക്കാത്തത് അതുകൊണ്ടാണ്. ഏതായാലും
അവരുടെ ഒരു കാര്യം കൂടി, ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഞാൻ പറഞ്ഞത് LDF-ന്റെ ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ്. ഇവിടെ 2009 ഏപ്രിൽ 14 ബഹുമാനായ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇസ്ലാമിക രാഷ്ട്രീയത്തിൽ ശക്തമായ മതേതര നിലപാടുകൾ എടുക്കുന്ന പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി, അവരുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കും എന്നൊക്കെയാണ് ഈ LDF പറയുന്നത്. ഇപ്പോഴാണ് അവർ പറയുന്നത് എന്താണ് ഈ കോൺഗ്രസ് അതിന് ഡിബേറ്റ് വെച്ചാൽ പോലും ഇപ്പോൾ ഈ വെൽഫെയർ ബന്ധം വേണ്ട എന്നുള്ള കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാടിനെ മറികടന്നുകൊണ്ടല്ലേ പ്രാദേശിക നീക്കുപോക്ക് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിന് താങ്കൾക്ക് വ്യക്തമായിട്ട് ഉത്തരം പറയാൻ കഴിയുന്നില്ല. പ്രേക്ഷകരോട് നമ്മൾ ചോദിച്ചു, ഞാൻ സമയപരിമിതി കൊണ്ടാണ് ന്യൂനപക്ഷ വർഗീയതയെ കൂട്ടുപിടിക്കുന്ന ഒരു നീക്കമാണോ കോൺഗ്രസിന്റെ UDF-ന്റെ വെൽഫെയർ ബന്ധം എന്ന് ചോദിക്കുമ്പോൾ ഭൂരിഭാഗം പ്രേക്ഷകരും 68% പ്രേക്ഷകരും അതെ എന്നുള്ള ഉത്തരം പറയുന്നു. 29% പ്രേക്ഷകരാണ് അല്ല എന്ന് പറയുന്നത്. ഏതായാലും ജനകീയ വിഷയങ്ങളും വികസനവും ഒക്കെ കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പ്, ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആളിക്കത്തിയത് വർഗീയ കക്ഷികളുടെ കൂട്ടും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെയായിരുന്നു. ആ വഴിയിലേക്ക് തന്നെയാണോ ഈ തദ്ദേശവും നീങ്ങുന്നത് എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ അത് ശുഭകരമായിട്ടുള്ള സൂചനയല്ല. വളരെയധികം നന്ദി ഡോക്ടർ B. ജയരാജ്, രജി B, ഒപ്പം ശ്രീജിത്ത് പണിക്കർ. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാണ്.